ചുരുക്കത്തിൻ്റെ തൊണ്ട. പക്ഷേ ഈ സമയം നമ്മൾക്ക് എങ്ങനെ ചുരുക്കാൻ പറ്റും? അതിനെന്നാ ചേച്ചി പറഞ്ഞത്? സമയച്ചുരുക്കം. ഇപ്പോൾ ഉടമ്പടി സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. സമയം നമുക്ക് എങ്ങനെ ചുരുക്കാൻ പറ്റും? അതിനെന്താ ചേച്ചി വ്യാഖ്യാനിച്ച് പറഞ്ഞത്? അതായത് ഈ ഭക്ഷണം ഇറങ്ങണില്ലായിരുന്നല്ലോ അവർക്ക് തൊണ്ടയിലൂടെ. രണ്ടാമത് പറഞ്ഞ ചേച്ചി, ആദ്യ ചേച്ചി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു ആദ്യം പറഞ്ഞ്. രണ്ടാമത് പറഞ്ഞ ചേച്ചി ആ അത്ഭുതത്തെ വ്യാഖ്യാനിച്ചായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അകത്തിരുന്നു അവർ പറയുന്നത്. അവരെന്നാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ട ഡാമേജ് ആയിരിക്കും. അപ്പോൾ എന്നാ സംഭവിച്ചിരിക്കുന്നത്? ഭക്ഷണം ഇറങ്ങുന്നില്ല, ഭക്ഷണം ട്യൂബ് വഴിയായി, തൊണ്ട തുളച്ച് ട്യൂബ് വഴി ഇട്ടിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ആരോഗ്യ പ്രശ്നം ശരിക്കും ഉണ്ടാവും. പിന്നെ എന്താ? ശ്വാസം മുട്ടൽ വന്ന്, ഇല്ലേ? ശ്വാസം മുട്ടൽ വന്ന് കഫ തടസ്സം, ശ്വാസ തടസ്സം, എല്ലാം കൊണ്ടും ഭയങ്കര. അത് ചിന്തിച്ച് നോക്കിയാൽ അങ്ങനെയുള്ള പല രോഗികളും മരിച്ചു കാണും. അപ്പോഴതിനവർ ചെയ്ത ഒരു ജോലി തൊണ്ടയിൽ ആഹാരം ഇറങ്ങാത്ത ഒരു വിഷയമാണ്. അവരെന്നാ ചെയ്ത്? ഉടമ്പടിയിലൊരു സംഭവമുണ്ട്, കാരുണ്യ പ്രവൃത്തി. അതാണ് കാരുണ്യ പ്രവൃത്തി, ഇല്ലേ? സമയച്ചുരുക്കം എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ആ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകണത്. കാരുണ്യ പ്രവൃത്തി എന്താണ്? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഇത് അമ്മ പറയുമ്പോൾ ഇത്രയും റേഞ്ച് ഇതിനുണ്ടെന്ന് എനിക്ക് സത്യം അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഈശോ പറഞ്ഞ വാക്കല്ലേ, അവൻ പറഞ്ഞതുപോലെ ചെയ്യാനല്ലേ അമ്മ പറഞ്ഞത്, ഇല്ലേ? അവൻ പറഞ്ഞതാണ് എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. പക്ഷേ അവൻ എന്തു പറഞ്ഞു എന്നതിനേക്കാൾ ഉപരി വിഷയം അവൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നാണ്. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതാണ് വാല്യൂ ആഡഡ് സ്പിരിച്വാലിറ്റി, മൂല്യവർദ്ധിത ആധ്യാത്മികത എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഭക്ഷണം ഇറങ്ങാത്ത ഒരു രോഗമാണ്. അപ്പം അതിന് ബദലായിട്ട് നമ്മൾ എന്നാ ചെയ്യണത്? ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും. പക്ഷേ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കണത്? അതാണ് നമ്മൾ അറിയേണ്ടത്. എന്താ കാര്യം? നമ്മൾ കൊടുക്കണത് അതെങ്ങനെ ഗ്രേസായിട്ട് മാറണത്, കൃപയായിട്ട് മാറണത് എങ്ങനെയാണ്? ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് തൊണ്ട മരവിച്ച് പോയ വ്യക്തിക്ക് സൗഖ്യമായി മാറണതെന്ന് അറിയണം നമ്മൾ. അതെങ്ങനെയാണ് മാറണത്? കർത്താവ് പറഞ്ഞിട്ടുണ്ട് 10:42 മത്തായിയുടെ സുവിശേഷത്തിലെ. എന്നാ പറഞ്ഞിരിക്കണത്? എൻ്റെ ശിഷ്യനെന്ന് കരുതി ഒരു പാത്രം പച്ചവെള്ളം എൻ്റെ നാമത്തിൽ കൊടുത്താൽ അവന് പ്രതിഫലം സിദ്ധിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ഈശോയുടെ നാമത്തിൽ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ കുരിശ് കൃപയായി കൺവേർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ടെക്നിക്ക് മക്കൾക്ക് മനസ്സിലാകണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛൻ പറഞ്ഞ് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാമ്പോൾ ഞങ്ങൾ ദേവം മെഡിക്കൽ കോളേജിൽ വന്ന് ഭക്ഷണം കൊടുക്കുകയാണെന്ന്, അതല്ല. നമ്മൾ എന്നാ ഈശോ പറഞ്ഞത്? ഒരു പാത്രം വെള്ളം ആണെങ്കിലും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വെള്ളം പോലും ഏറ്റവും മൈന്യൂട്ട് ലീസ്റ്റായിട്ടുള്ള ഒരു സഹായമാണെങ്കിലും നമ്മൾ ഈശോൻ്റെ നാമത്തിൽ കൊടുക്കണം. ഈശോയുടെ നാമത്തിൽ കൊടുക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? ഈശോയുടെ നാമം മഹത്വപ്പെടും. ഈ സ്പിരിച്വാലിറ്റി ഡൈനാമിക്സമാണ് അച്ഛൻ പറയണത്. അതായത് ആധ്യാത്മിക ശക്തിയുടെ യാന്ത്രികതയാണ് പറയണത്, അത് യന്ത്രതന്ത്രമാണ് ആ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയണം. എന്നാലും നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകത്തുള്ളൂ. എന്താ പറയണത്? എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കുന്നതെങ്കിൽ 10:42 പറയും അതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് പറയും. നിങ്ങൾക്കറിയാവോ ദൈവം പ്രതിഫലം എന്ന് പറയണത് എന്താ? ഇതാ ഞാൻ വരുന്നു, എൻ്റെ പ്രതിഫലവും കൊണ്ടുവരുന്നുവെന്ന്. ഇപ്പോൾ 21-ാം സങ്കീർത്തനം
അല്ല, വെളിപാട് 21:6 വായിക്കുമ്പോൾ ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ട് വരുന്നു. പ്രതിഫലത്തിനും സമ്മാനവും ബൈബിൾ ഏതാണ്ട് ഒരേ വാക്കാണ് ഉപയോഗിക്കുന്നത്. സമ്മാനമായാലും പ്രതിഫലമായാലും നെറ്റിഫെട്ടിൽ ദാറ്റ് ഇസ് ഗ്രേസ്. എന്താണത്? കൃപയാണ്. അത് കൃപയാണ്. കൃപ എന്താണ് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈശോ അപ്പായിടത്തുനിന്ന് പീഡാനുഭവത്തിലൂടെ നേടിയെടുത്ത ദൈവവരപ്രസാദത്തിനാണ് കൃപ എന്ന് പറയണത്. ആ കൃപ നമ്മളിലേക്ക് വരണത് ശക്തിയായിട്ടാണ് വരണത്. ശക്തി ശരീരത്തിൽ വന്നാൽ സൗഖ്യമായി മാറും. ശക്തി ജീവിത മണ്ഡലങ്ങളിൽ വന്നാൽ അനുഗ്രഹമായി മാറും. ശക്തി ആത്മാവിൽ വന്നാൽ അത് കൃപയായി വന്നിട്ട് നിത്യതയിലേക്ക് നമ്മളെ മഹത്വപ്പെടുത്തും. സുദൃഢ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോഴേ ദാറ്റ് ഈസ് സഫിഷ്യൻ്റ് എന്ന വാക്കാണ് പറഞ്ഞത്. അത് മതിയാകും എന്നാണ് പറഞ്ഞത്. കാര്യം കൃപയുടെ ഒരു പ്രത്യേകത, അത് ബേസിക്കായിട്ട് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് ഉണ്ടാവണത് എപ്പോഴും ദൈവമഹത്വം പ്രാപിക്കുമ്പോഴാണ് കൃപ ഉണ്ടാവണത്. എപ്പോഴാണ് കൃപ ഉണ്ടാവണത്? ദൈവം മഹത്വം പ്രാപിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ മക്കളിപ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഈശോയുടെ നാമത്തിൽ കൊടുക്കുമ്പോൾ നാമത്തിന് മഹത്വം ഉണ്ടാകും. ദൈവമഹത്വം പ്രാപിച്ച അപ്പം തന്നെ അത് കൺവേർട്ട് ചെയ്യണം, എന്താണ് റിലീസാകണം, എന്താണ് കൃപയായ മഹത്വം. ഈ കൃപ എന്ന് പറയുന്നത് പ്രസാദം തന്നെയാണ്, ദൈവത്തിൻ്റെ പ്രസാദം തന്നെയാണ്. പക്ഷേ അതിൻ്റെ സത്തയിൽ ആ സംഭവം ശക്തിയാണ്. ശക്തിയാണ് ദൈവം. അപ്പോൾ ആ കൃപ സഫിഷ്യൻ്റ് ആണെന്നാണ് ബൈബിൾ പറയണത്. സഫിഷ്യൻ്റ് എന്നാണ് പറയണത്? മതിയായിരിക്കുമെന്ന്. കാര്യം അത് കൃപ എന്ത് കാര്യത്തിനായാലും കൃപയുടെ ഫോം കിട്ടിയാൽ, ഇപ്പം ക്രൂഡ് ഓയിൽ കിട്ടിയാൽ അത് സംസ്കരിച്ചെടുത്താൽ സോപ്പ് ഉണ്ടാക്കാം, തെർമോക്കോൾ ഉണ്ടാക്കാം. അതൊക്കെ ബൈ പ്രോഡക്ട്സാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടല്ലോ സോപ്പും തെർമോക്കോളും പോലെയാണ്, ബൈ പ്രോഡക്ട്സ്. ആത്മാവ് ലഭിക്കുന്ന നിത്യമഹത്വത്തിന് ശേഷം വരണതാണ് ILTSഉം ജീവിക്കാനുള്ള മാർഗങ്ങളും സ്ഥല വിൽപ്പന, റോഡ്. ഇപ്പോൾ ഒരു ചേച്ചി പറഞ്ഞില്ലേ 10 അടി സ്ഥലം ഗുണ്ടായിസം കാണിച്ച് ചോദിച്ചതാ, ഞങ്ങൾ വിഷമിച്ചു പോയി, അനീതി ആയതുകൊണ്ട് ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് അത് 1 അടിയായിട്ട് ചുരുക്കി തന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്താണെന്നറിയാവോ? അതായത് നമ്മുടെ ലീസ്റ്റ് വിഷയങ്ങൾക്ക് പോലും ദൈവം ശ്രദ്ധാലുവാണ്. ഇപ്പോൾ പത്രോസൊക്കെ പറയത്തില്ലേ, നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പം ദൈവം ശ്രദ്ധാലുവാണെന്നുള്ള വിഷയം, ആ ശ്രദ്ധയ്ക്ക് ദൈവത്തിൻ്റെ ശ്രദ്ധയ്ക്ക് കൈയും കാലും കണ്ണും മൂക്കും വെച്ചിരിക്കുന്ന ആളായ്മയുടെ പേരാണ് പരിശുദ്ധ അമ്മ. അവിടെ നിന്ന് നിങ്ങളുടെ ഉത്കണ്ഠകളെ കർത്താവിനെ ഏൽപ്പിക്കാൻ പറഞ്ഞില്ലേ? ഇല്ലേ? 1 പത്രോസ് 5:7 എന്തുകൊണ്ടാണ് അങ്ങനെ ഏൽപ്പിക്കാൻ പറഞ്ഞത്? കാരണം അവിടുന്ന് അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോഴാണ് അമ്മ ഒരു സാക്ഷ്യം കേട്ടില്ലേ, അത് എഴുതി വിട്ട് കഴിഞ്ഞപ്പോൾ അമ്മ 6 എന്ന് അടിച്ച് കാണിച്ചെന്ന് എൻ്റെ അന്തരംഗത്തിൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തോറ്റ പരീക്ഷയ്ക്ക് എനിക്ക് 6 മാർക്ക് കിട്ടിയത്. അവിടെയാണ് നിനക്ക് വിശക് വരാൻ സംഭവിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞിനൊരു കാര്യം മനസ്സിലായി. എന്നാ മനസ്സിലായത്? അമ്മ ഏതായാലും എൻ്റെ മാർക്ക് നോക്കിയിട്ടുണ്ടല്ല എന്ന്. എൻ്റെ മാർക്കിൻ്റെ പോരായ്മയിൽ അമ്മ ശ്രദ്ധാലുവാണല്ലോ. അതാണ് ആ സാക്ഷ്യത്തിൻ്റെ വിഷയം. അമ്മ എൻ്റെ കാര്യത്തിൽ എൻ്റെ 6 മാർക്കാണ് എന്നെ കാണിച്ചത്. 6 മാർക്കിൽ അമ്മ, അല്ലെങ്കിൽ എൻ്റെ മാർക്ക് ലിസ്റ്റ് അമ്മ പരിശോധിച്ചല്ലോ. അത് മതിയല്ലോ.
അതായത് ഞാൻ കണ്ടിരിക്കുന്നു, നീ വിഷമിക്കണ്ട, അടുത്ത കാര്യം നിന്നെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ ഈച്ച് മൈന്യൂട്ട് കാര്യങ്ങളിൽ പോലും ദൈവം ശ്രദ്ധാലുവാണ്. ഈ ദൈവത്തിൻ്റെ ശ്രദ്ധയാണ് കണ്ണും മൂക്കും കൈയും കാലും വെച്ചുകൊണ്ടിരിക്കണത്, അമ്മയായി ഇരിക്കണത്. അതുകൊണ്ടാണ് അടുക്കളയിൽ നിന്നിട്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് ആ ശ്രദ്ധയുടെ ഭാഗമാണ്, ഇല്ലേ? കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോകുന്നത്, കുടത്തിൽ ഇരിക്കുന്ന വീഞ്ഞ് കുറഞ്ഞ് വരണത് ആ ഇരുട്ടത്തെങ്ങ്, ഞാൻ ഓർക്കിയിരുന്നു, ഇരുട്ടത്തെങ്ങനെ കുടത്തിൻ്റെ അകത്ത്, പരണിയുടെ അകത്ത് ഇരുട്ട്, അടുക്കളയുടെ അകത്ത് ഇരുട്ട്, അതിൻ്റെ അകത്തിരിക്കണ ഈ വീഞ്ഞ് കുറഞ്ഞ് വരണത് അമ്മ ശ്രദ്ധാലുവാണ്. പക്ഷേ ഇനാക്റ്റീവായിട്ടുള്ള ഒരു ലിസണിങ് അല്ല, അറ്റൻഷൻ അല്ല. എന്താണ്? ആക്റ്റീവ് അറ്റൻഷനാണ്. അമ്മ ആക്റ്റീവ് അറ്റൻഷൻ എന്ന് വെച്ചാൽ അവിടെ വീഞ്ഞ് കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവിക വീട്ടുകാരൻ്റെ കാര്യമല്ലേ എന്ന് വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് എന്നാ കാര്യം, വിരുന്നിന് വന്ന് നമുക്ക് എന്നാ അതിൻ്റെ അത് കാര്യം ഇടപെടാൻ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനാക്റ്റീവായിട്ടിരിക്കാം. വിരുന്നിന് വന്ന അല്ലെ, അടിയന്തരത്തിന് വിരുന്നിന് വന്ന് നമുക്ക് തന്നെ അതിൻ്റെ അത് കാര്യമാണ്. അത് കുറകെ കൂടുക ചെയ്യണമെങ്കിൽ അവരവരുടെ രീതി കൈകാര്യം ചെയ്തോളൂ. നമ്മൾ പോയി തലയിടേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ അമ്മ അങ്ങനെ ഇരിക്കത്തില്ല. അത് നിനക്കൊരു കുറവ് സംഭവിച്ചാൽ, അത് മാർക്ക് കുറഞ്ഞാലും ശരി, നിൻ്റെ ആരോഗ്യം കുറഞ്ഞാലും ശരി, എന്തെങ്കിലും കുറവ് നിനക്ക് സംഭവിച്ചാൽ അമ്മ അത് ശ്രദ്ധിക്കും. അതാണ് ഉടമ്പടിയിൽ ഇത്രയും വലിയ വിഷയം വരണത്. എന്തെങ്കിലും കുറവ് നിനക്ക് സംഭവിച്ചാൽ അമ്മ അത് ശ്രദ്ധിക്കും. അമ്മ ശ്രദ്ധിക്കുമെന്നുള്ള ശ്രദ്ധ നമുക്ക് വേണം. എൻ്റെ അമ്മ ഇതെല്ലാം ശ്രദ്ധിക്കാൻ എൻ്റെ കൂടെയുണ്ട്. അതിൽ ഒരു കൊച്ചു സാക്ഷ്യം പറഞ്ഞത്, ഞാൻ രണ്ടാമത് എഴുതാൻ പോയപ്പോൾ അമ്മയുടെ തൈലം തേച്ച് അമ്മയുടെ കാശുരൂപം അണിഞ്ഞു പോയെന്ന്. അത് സാക്ഷ്യം കേട്ടില്ലേ? സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഉടമ്പടി ആദ്യം എടുക്കാൻ എന്നോട് പറയും, എൻ്റെ മക്കളെ, അച്ഛൻ്റെ ക്ലാസ് സെക്കൻഡാണ്, ഫസ്റ്റ് നിങ്ങൾ സാക്ഷ്യം വീഡിയോ ശ്രദ്ധിക്കണം. കാര്യം എങ്ങനെ സംഭവിച്ചു എന്നാണ് വീഡിയോ പറയണത്, അവരെന്താ ചെയ്തത്. രണ്ടാമത് ചെന്നപ്പോൾ അവിടെ മനസ്സിൽ അന്തരംഗത്തിൽ അമ്മ പറഞ്ഞു കൊടുത്തു, അമ്മയെ അണിഞ്ഞുകൊണ്ട് പോകാൻ പറഞ്ഞു, അല്ലേ, വഹിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. കാശുരൂപം നെഞ്ചിലിട്ട്, അതും ഒരു ഹൈന്ദവ സഹോദരിയാണ് ചെയ്തിരിക്കണമെന്ന് ഓർക്കണം. യൂട്യൂബിൽ ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്. നെഞ്ചിൽ നെറ്റിയിൽ അമ്മയുടെ മരിയൻ ഓയിൽ തേച്ചാണ് പോണത്. എന്താണ്? ഓർമ്മയാണ്, നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ വിശ്വാസമാണ്. ഇങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കുന്നതെല്ലാം എന്താണ്? നമ്മുടെ വിശ്വാസമാണ്. ഇപ്പോൾ തൈലം നമ്മൾ തേക്കുന്നത്, എന്താ തേക്കണത്? തൈലമല്ല തേക്കണത്, നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതൊക്കെ അറിയണം കേട്ടോ. വിശ്വാസം, ഇപ്പം ഞാൻ ഒരു മുഴ ഡോക്ടർ പറഞ്ഞ് ഇത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നാ ചെയ്തത്? ആ മുഴയിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്താ അങ്ങനെ ചെയ്യണത്? അതായത് അവിടെ പ്രാർത്ഥിക്കുകയല്ല ചെയ്യണത്, ആ മുഴയുടെ പുറത്തുള്ള ദൈവത്തിൻ്റെ അധികാരം എൻ്റെ വിശ്വാസം മൂലം ഞാൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. വിശ്വാസം പ്രഖ്യാപിച്ചുള്ള ഗുണം എന്താണെന്നറിയാവോ? സൗഖ്യം അവകാശമാകും. വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴേ കാര്യം യേശു കർത്താവാണെന്ന് നമ്മൾ അക്ഷരം കൊണ്ട് ഏറ്റുപറയും. അപ്പം മുഴയല്ല, രോഗമല്ല, കർത്താവെന്ന് നമ്മൾ പ്രഖ്യാപിക്കും. വിശ്വാസം എന്തിനുള്ളതാണ്? പ്രഖ്യാപിക്കാനുള്ളതാണ്, അത് പ്രാർത്ഥനയല്ല. അപ്പം നമ്മളൊരു മുഴ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാം. എന്താ കാര്യം ചെയ്യാമെന്ന് പറയാൻ കാര്യം, അച്ഛൻ എപ്പോഴും പറയും ഉടമ്പടി ചെയ്തവർക്കേ ചെയ്യാൻ പാടുള്ളെന്ന് പറയും. ഇപ്പം നിങ്ങളുടെ ആ നാത്തൂൻ അസുഖമായി കിടക്കുകയാണ്, നിങ്ങൾക്ക് ചെയ്യാം. ഉടമ്പടി കൊടുത്തുവിടരുത്, നേർച്ച വസ്തുക്കളൊന്നും കൊടുത്തുവിടരുത്, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ആ ഉടമ്പടിയോട് ദൈവത്തോട് കർക്കശ്യമായി നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ പ്രഖ്യാപിക്കാൻ അവിടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഇന്നൊരു സാക്ഷ്യമുണ്ടായി. ആ സാക്ഷ്യം ഇതാണ്, അവരുടെ കുഴൽക്കിണർ ഇപ്പോൾ വെള്ളമില്ല, എന്ന് തൊട്ട് വെള്ളമില്ല, ഡിസംബർ അവസാനം മുതൽ കുഴൽക്കിണറിൽ വെള്ളമില്ല. ഇപ്പോൾ നേരത്തെ ഒരു കുഴൽക്കിണർ ഉണ്ടായിരുന്നു, അതും ഇതുപോലെ വേനൽക്കാലമായപ്പോൾ വറ്റിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ അവർ വേറെ ഒരു കുഴൽക്കിണർ കുഴിച്ചു. നിങ്ങൾക്കറിയാമല്ലോ ഇടുക്കിയിലേക്ക് കുഴൽക്കിണർ കുഴിക്കണമെങ്കിലുള്ള അവസ്ഥ എന്താ? 1400 അടി പോകണം ഈ സാധനം, ചിലപ്പോൾ 700 അടിയൊക്കെ പോകേണ്ടി വരും.
അപ്പോൾ ആ കുഴൽക്കിണർ കുഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈവിൽ ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ദിവസം ഉണ്ടായ സാക്ഷ്യമാണ്. ഇന്നെന്താഴ്ച? വ്യാഴാഴ്ച. അപ്പോൾ ചൊവ്വാഴ്ചത്തെ സാക്ഷ്യമാണ്. അപ്പോൾ കുഴൽക്കിണറിൽ ഇപ്പോൾ രണ്ടാമത് കുഴിച്ച കുഴൽക്കിണറിൽ വെള്ളം ഈ സമയത്തില്ല. ഏത് സമയത്ത്? ഫെബ്രുവരി മാർച്ചിലില്ല. അപ്പോൾ വെള്ളമില്ലല്ലോ, വെള്ളം കൂടി മുട്ടിയില്ലേ. അപ്പോൾ അവരെന്താ വിചാരിച്ചു, ഇനി വേറെ ഒരു കുഴൽക്കിണർ കുഴിക്കാനുള്ള പ്ലാനൊക്കെ. അപ്പോൾ അവരിവിടെ വന്ന് ഉടമ്പടി ചെയ്തിട്ട് അവർക്ക് തോന്നി ഈ ഉടമ്പടിയുടെ ഉപ്പില്ലേ, ഉടമ്പടിയിലെ ഉപ്പ് കൊണ്ടുപോയി ഇപ്പോൾ വെള്ളം പുതിയ കണക്കിണർ അടുത്ത ആഴ്ച കുഴിക്കാൻ ഇരിക്കുകയാണ്. അതിക്ക് മുമ്പ് അമ്മയോട് പറഞ്ഞു, അമ്മയെ വെള്ളം കൂടി മുട്ടിപ്പോയി എന്ന് പറഞ്ഞു. കാര്യം അറിയാമല്ലോ, മലമുകളിലൊക്കെ വെള്ളം കൂടി മുട്ടിപ്പോയുള്ള അവസ്ഥ എന്താണ്. ഇനിയാണെങ്കിൽ 2 ലക്ഷം 2.5 ലക്ഷം രൂപ വേണം. ഇപ്പം ഈ കർഷകരുടെ ഭയങ്കരമായ സാമ്പത്തിക ബാധ്യത നിൽക്കുന്ന സമയത്ത് ഇടുക്കിക്കാരൊക്കെ കാശ് എവിടെ നിന്ന് കിട്ടാനാ? നല്ല ശരിക്കും പ്രയാസപ്പെടുന്നുണ്ട് അവർ. കാര്യം ഹൈ റേഞ്ചിൽ താമസിക്കുന്നവർ, ഉദ്യോഗമില്ലാത്തവരൊക്കെ ശരിക്കും പ്രയാസപ്പെടുന്നൊരു ടൈമാണ്. നമുക്ക് കർഷകരെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോ, നമ്മൾ സാധ്യമില്ലാത്തവനെ ഈശോ എല്ലാം സാധ്യമായവന് ഈശോ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരുടെ മേൽ ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി അവർക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കാർഷിക മേഖലകളെ അനുകൂലമായ കാലാവസ്ഥ വന്ന് കടങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി റേഞ്ചുകളിലെ മക്കളെ സമർപ്പിക്കുന്ന ദൈവമേ, കിണർ ഉടമ്പടിയുടെ അകത്ത് കൊണ്ടുവന്ന് വെച്ച് ഉടമ്പടിയുടെ ഭാഗമാക്കി. അപ്പോൾ ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ഞങ്ങളുടെ കിണർ വറ്റിപ്പോയി, വെള്ളമില്ല എന്ന് പറഞ്ഞു. തീരദേശത്തുള്ളവർക്ക് അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. കാര്യം തീരദേശത്ത് ചുമ്മാ ഒന്ന് മാന്തിയേ വെള്ളം കിട്ടും. ഒരു 10 അടി അല്ലെങ്കിൽ 6 അടിയൊക്കെ താത്തിയ വെള്ളമുണ്ട് ഇവിടെ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ 400 അടിയൊക്കെ താത്തണം. അവരെന്നാ ചെയ്യുന്നറിയാവോ? ഇപ്പോഴേ ഉപേക്ഷിക്കാൻ പോകുന്ന കുഴൽക്കിണറില്ലേ, വെള്ളമില്ലാത്ത, അവിടെ കൊണ്ടുപോയി ഉടമ്പടി തിരി കത്തിച്ച് വെച്ച്. എന്നിട്ട് എന്നാ ചെയ്ത്, ഈ ഉടമ്പടി ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ആ കുഴലിൻ്റെ തൊട്ടിട്ട്. ഈ ലൈവിൽ ആ സാക്ഷ്യം നിങ്ങൾ കയറി നോക്കണം, നല്ലതായിരിക്കും. വിശ്വാസപ്രമാണം ചൊല്ലി വെള്ളമില്ലാത്ത 400 അടി താഴ്ചയ്ക്ക് കുഴലിലേക്ക് ഈ ഉപ്പെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഇടും. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം നേരെ പൊങ്ങി വരും. മോട്ടർ അടിക്കുമ്പോൾ വെള്ളം കിട്ടും. അപ്പോൾ അവരുടെ അവസ്ഥയാണ് പറയണത്. അതായത് ഈ വിശ്വാസമെന്ന് പറയണതേ നമ്മൾ വളരെ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന വിശ്വാസം എന്താണെന്നറിയാവോ? പാരമ്പര്യ വിശ്വാസമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. പാരമ്പര്യ വിശ്വാസം ബ്രഷപ്പ് ചെയ്തിട്ട് നമ്മളുടെ ഓൺ ഫെയ്ത്താക്കി മാറ്റണം. ഇപ്പം നമ്മുടെ പ്രമാണത്തെ അപ്പൻ്റെ പേരാന്ന് വിചാരിച്ചോ, അപ്പൻ്റെ കാലം കഴിഞ്ഞെന്ന് വെച്ചാൽ ബാങ്കുകാർ സമ്മതിക്കുമോ? നമ്മുടെ പ്രമാണത്തെ അപ്പൻ്റെ പേരാണ് ഉള്ളത്. ഇപ്പോൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ഇതാരാണ്? ഔസേപ്പ്, കിട്ടുണ്ണി ഔസേപ്പ്. ആരാണത്? ഇത് അപ്പൂപ്പനാ. അപ്പോൾ ഇത് നിങ്ങൾ ഭാഗോടമ്പടി ചെയ്ത് നിങ്ങളുടെ പേര് കൂട്ടില്ലേ? ഇല്ല. അപ്പോഴും നമുക്ക് ലോൺ തരത്തില്ല. അവർ നമ്മുടെ പേരിലാക്കാൻ പറയും. ഈ വിശ്വാസം നമ്മളിപ്പോൾ മാതാപിതാക്കന്മാർക്കെന്നല്ലേ നമുക്ക് കിട്ടിയിരിക്കണത്, ഇല്ലേ? ആ മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ വിശ്വാസം നിങ്ങൾ ഇതുപോലെ പ്രോജക്റ്റ് ചെയ്ത് സ്വന്തം പേരിലാക്കി കളയണം വിശ്വാസം. അവരുടെ പേരിൽ കിടന്നാൽ നമുക്കൊന്നും കിട്ടത്തില്ല. പറഞ്ഞ മനസ്സിലായ? ഇപ്പം നമ്മൾ മാതാപിതാക്കന്മാരിൽ നിന്നല്ലേ നമ്മൾ വിശ്വാസം വാങ്ങിച്ചത്, ഇല്ലേ? അപ്പോൾ ഇപ്പോഴും നമുക്ക് 55 വയസ്സുണ്ടെങ്കിൽ ഇപ്പോഴും അപ്പൻ്റെയും അമ്മയുടെയും കാലത്ത് നമ്മൾ നേടിയെടുത്ത ആ വിശ്വാസം മാത്രമേ ഉള്ളെങ്കിൽ അത് നമ്മുടെ സ്വന്തം വിശ്വാസമല്ല. വാട്ട് യു സേ, whom do you say that I am? ഈശോ ചോദിക്കണില്ലേ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, നിൻ്റെ അപ്പൻ ഞാൻ ആരാണെന്നാണ് നിൻ്റെ അപ്പം പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം മത്തായിയുടെ 16:16 ഞാൻ ആരാണെന്നാണ് നിൻ്റെ അപ്പം പറയണമെന്നാണ് ഈശോ ചോദിച്ചിരുന്നെങ്കിൽ എൻ്റെ അപ്പം പറയണം നീ ക്രിസ്തു ആണെന്ന് പറയുന്നത്.
അത് കുഴപ്പമില്ല, അങ്ങനെയല്ല ചോദിച്ചിരിക്കണത്. എന്നാ പറഞ്ഞിരിക്കണത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണത്. അപ്പം നമ്മളുടെ അനുഭവത്തിൽ നിന്ന് പറയണം. പറഞ്ഞ മനസ്സിലായ? ഈ കുഴൽക്കിണറിൽ എന്താ വെള്ളം വറ്റിപ്പോയത്? നമുക്ക് അനുഭവം ഉണ്ടാകാനാ. അപ്പോൾ അവരതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത്, വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്ത്, അപ്പോൾ അവർക്കത് നീതിയായിട്ട് എബ്രാഹാം വിശ്വസിച്ചു. 15:6 ഉൽപ്പത്തി പുസ്തകം. എബ്രാഹാം വിശ്വസിച്ചു, എബ്രാഹത്തിനത് നീതിയായി പരിഗണിച്ചു. ഇപ്പോൾ കുഴൽക്കടലിലേക്ക് വെള്ളം ഈശോൻ്റെ നാമത്തിൽ. ഉപ്പെന്ന് പറഞ്ഞാൽ എന്നാ? ഉപ്പൊരു അടയാളമാണ്, ഒരു മാധ്യമമാണത്. എന്തിൻ്റെ മാധ്യമമാണ്? ക്രേദോ, ഞാൻ വിശ്വസിക്കുന്നു എന്നതിൻ്റെ മാധ്യമമാണ്. നമ്മുടെ പ്രഖ്യാപനത്തിൻ്റെ മീഡിയം മാത്രമാണ്. ഉപ്പല്ല പ്രശ്നം അവിടെ. ഉപ്പൊരു അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ്? ഞാൻ യേശുവാണ് കർത്താവ്. മറ്റ് വരണ്ട കുഴൽക്കിണറെന്ന് പറയണത് എൻ്റെ പിതാക്കന്മാർ മരുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചതുപോലെയും പാറയിൽ ഉണ്ടാക്കിയ ജലത്തിൽ വരണ്ട പാറയിൽ അടിച്ചപ്പോൾ വെള്ളം പുറത്തു വന്നതുപോലെ എൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിലും അവൻ്റെ ഏകജാതനിലും ഞാൻ വിശ്വസിക്കുന്നു. കൈ അടിച്ചു കിടത്താണ്. ഉപ്പായാലും ഉടമ്പടിയുടെ തൈലമായാലും എന്തിനുള്ളതാ? നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള അടയാളങ്ങളാണത് എല്ലാം. അതുകൊണ്ടാണ് മുഴയെ തൊടുമ്പോൾ മുഴ അപ്രത്യക്ഷമാകണമെന്നല്ലേ പറയണത്. മുഴയുടെ അംശം പോലും ഇല്ലല്ലോ അവിടെ. പിന്നെ അത് അപ്രത്യക്ഷമാകണം. എങ്ങനെ അപ്രത്യക്ഷമാകണത്? മുഴയല്ല കർത്താവ്, ക്യാൻസർ അല്ല കർത്താവ്, യേശുവാണ് കർത്താവ് എന്ന് പറയും. അതാണ് റോമയെ നമ്മൾ വായിക്കണില്ലേ? സുധിയുടെ ഹല്ലേലൂയ 10:9 അല്ലേ? യേശു റോമ 10:9. ഈ റോമ 10:9 ഉണ്ടല്ല, എന്നാ എഴുതിയിരിക്കണത്? റോമ 10:9 എന്നാ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ, അതായത് ക്രിസ്തുവിനെ പ്രാപിക്കും. നമ്മൾ പ്രാപിക്കണേ എന്താ? ക്രിസ്തുവിനെയാണ് ശരിക്കും. ഇപ്പം വെള്ളം പൊങ്ങി വന്നെന്ന് പറഞ്ഞില്ലേ? വെള്ളം പൊങ്ങി വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാപിക്കണ വെള്ളമല്ല. നമ്മൾ പ്രാപിക്കണ ആരെയാണ്? ക്രിസ്തുവിനെയാണ് പ്രാപിക്കണത്. ക്ലൈമറ്റ് അല്ല കർത്താവ്, കാലാവസ്ഥ അല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. എല്ലാത്തിൻ്റെ ഇപ്പം യേശു കർത്താവാണെന്നുള്ള സംഭവമേ നമ്മളൊരു DTP ചെയ്ത് ചുമ്മാ എഴുതി വെക്കണം. യേശു കർത്താവാണ്, ചുമ്മാ അത്രയും മതി. DTP ചെയ്തിട്ട് നമ്മൾ പഴയ സ്റ്റഡി റൂമിൽ എഴുതി വെക്കണം. എന്നിട്ട് അതിന്മേൽ നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം ചെല്ലണം. അപ്പോൾ ആ പവർ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നിനക്ക് രോഗം വന്നു, നിൻ്റെ ആശുപത്രി മുറിയിലാണെങ്കിലും കട്ടിലാണെങ്കിലും യേശു കർത്താവാണ്. ഭയങ്കര വചനമാണ് യേശു കർത്താവാണെന്നുള്ളത്. അത് അതിന്മേൽ തൊട്ടാൽ പവർ അടിക്കും. പക്ഷെ അത് തുടരണം എങ്ങനെയാണ്? വിശ്വാസത്തിൻ്റെ വയറ് കൊണ്ടാണ് തൊടേണ്ടത്. വിശ്വാസം. ഈ വിശ്വാസം എന്ന് പറയണത് നമുക്കറിയാമല്ലോ. സാധാരണ കൈവയറുണ്ട്, കേബിളുണ്ട്, 11 kV ഉണ്ട്. ഈ വിശ്വാസത്തിൻ്റെ പവർ നമ്മൾ ഓരോരോ പ്രോജക്റ്റ് ചെയ്താണ് വലുതാക്കണത്. എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഇപ്പോൾ അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ചു നൽകുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓരോരുത്തർക്കും ഒരേ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇത് സ്വന്തം അനുഭവത്തിലൂടെ അവർ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ സ്വന്തം അനുഭവം ഉണ്ട്. അതായത് ഇപ്പൊ ഈ വചനം ഇപ്പോൾ വന്നത് എവിടുന്നാ? നടപടി പുസ്തകമാണ്, 17-ാം അധ്യായത്തിലാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന നാഥനെ യേശു കർത്താവാണെന്ന് ഞങ്ങൾ. യേശുവേ യേശുവേ യേശുവേ
യേശുവേ, Praise the യേശുവേ, Lord. യേശുവേ. ഏറ്റു പറഞ്ഞ് അവർക്ക് വിഭിന്ന കാലങ്ങളാം. വിഭിന്ന കാലങ്ങളാൽ. അതായത് ഇത് നടപടി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം 26, 27 തിരുവചനങ്ങളാണ്, ശ്രദ്ധിക്കേണ്ട വചനങ്ങളാണ്. എങ്ങനെയാണ് നമ്മളുടെ വിശ്വാസം പവർഫുള്ളാക്കുന്നതെന്ന് ഇതിലുണ്ട്. അതായത് നടപടി പുസ്തകം 17-ാം അധ്യായം 26, 27 തിരുവചനങ്ങൾ അച്ഛനോട് ചേർന്ന് പറയുക. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും. ഇപ്പൊ കാലം മാറുമ്പോ അന്വേഷണം തുടങ്ങണമെന്ന് അർത്ഥം അല്ലേ? കാലം മാറുമ്പോഴേ ജീവിതത്തിലെ കാലങ്ങൾ മാറത്തില്ലേ? അപ്പോഴെന്ത് ചെയ്യണമെന്നാണ് പറയണത്? അന്വേഷണം തുടങ്ങണം. ഇപ്പം ആരോഗ്യം കുറഞ്ഞു വരുമ്പോൾ രോഗത്തിൻ്റെ കാലം വരും. സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ കടങ്ങളുടെ കാലമാണ് അല്ലേ? മറ്റുള്ളവർ സ്നേഹരാഗത്തെയും കാണിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന കാലമാണ്. കാലം മാറി വരുമ്പോൾ ആരെ അന്വേഷിക്കണം? ദൈവത്തെ അന്വേഷിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ കാലം മാറുമ്പോഴേ നിന്നെ അന്വേഷിക്കുവാൻ എനിക്ക് വെളിവ് നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഇതവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നത് നമ്മുടെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നത് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം നമ്മുടെ പേരിൽ കൂട്ടുന്നതിന് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പൻ്റെ പേരിലിരുന്ന വിശ്വാസമാണ്. വിശ്വാസ പ്രമാണമില്ലേ? നമ്മൾ ചെല്ലണ വിശ്വാസ പ്രമാണമില്ലേ? ആ പ്രമാണം പോക്കുവരോ ചെയ്ത് തൻ്റെ പേര് നമ്മുടെ പേരിൽ പിടിക്കണമെന്നാണ് ഈ പറയണത്. വിശ്വാസ പ്രമാണമായിട്ടിരുന്നാൽ പറ്റത്തില്ല. അത് അപ്പൻ്റെ പേരിൽ നിന്ന് കിട്ടിയതാണ്. അത് പോക്കുവരവ് ചെയ്ത് എന്താണ്? കർത്താവുമായിട്ട് പോക്കുവരവ് ചെയ്യണം. പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഈ ഉടമ്പടി ചെയ്തൊക്കെ പോക്കുവരവാണ് ചെയ്യണത്. വിശ്വാസം നമ്മുടെ പേരിലാക്കി എടുക്കുകയാണ്. വിശ്വാസം നമ്മുടെ പേരിലാക്കി നമ്മളുടെ പേരിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരിന് വിലയായി മാറും. കാര്യം പേരിലാക്കി കഴിഞ്ഞാൽ പേരിൻ്റെ കീഴിലായിരിക്കും പവർ ഉണ്ടാകണത്. പേരിൻ്റെ കീഴിലാണ് പവർ ഉണ്ടാകണത്. ഇപ്പം യേശുവിൻ്റെ പേരിൻ്റെ കീഴിലല്ലേ പവർ ഉണ്ടായത്? യേശു നേടിയെടുത്ത മുഴുവൻ ശക്തി ആക്ടിവേറ്റ് ചെയ്യുന്ന പാസ്വേഡ് എന്താണ്? ജീസസ്, നെയിം ഓഫ് ജീസസ് ആണ്. അത് പത്രോസിന് അതിൻ്റെ കാര്യങ്ങൾ അറിയാമായിരുന്നു. ഇപ്പോൾ പത്രോസിനോടൊരു മനുഷ്യൻ കൈ നീട്ടില്ലേ? 3:6 നടപടി പുസ്തകം കൈ നീട്ടില്ലേ? കൈ നീട്ടി ആരാ കൈ നീട്ടിയത്? ഒരു മുടന്തൻ കൈ നീട്ടിയപ്പോഴേ പത്രോസ് ആക്ടിവേറ്റ് ചെയ്യണത് നെയിം ഓഫ് ജീസസ് ആണ്. പത്രോസിനോട് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഓർത്തുകൊണ്ട് കൈ നീട്ടുമ്പോൾ പറയും, എൻ്റെ കയ്യിൽ നീ വിചാരിക്കുന്ന സംഭവങ്ങൾ ഒന്നുമില്ല. പൊന്നില്ല, ദാറ്റ് മീൻസ് റോമൻ നാണയമില്ല. എൻ്റെ വെള്ളിയില്ല, ഇസ്രായേലിൻ്റെ നാണയമില്ല. പക്ഷേ എനിക്കൊരു സമ്പത്തുണ്ട്. ദാറ്റ് ഐ വിൽ ഗിവ് യു. ആരാണത്? എൻ്റെ കർത്താവിൻ്റെ നാമം. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു നീ എഴുന്നേറ്റ് നടക്കാൻ. ഉടനെ അവൻ എഴുന്നേറ്റ് നടന്നു. അതാണ് നാമം എന്ന് പറയണത്. ദൈവം നമ്മളും പ്രാപിക്കണത്, നമ്മൾ കൃപ പ്രാപിക്കുമ്പോൾ നമ്മുടെ നാമത്തിൻ്റെ ആ കൃപ എപ്പോഴും ആക്ടിവേറ്റ് ആകണത് നമ്മളുടെ പേരിൻ്റെ പേരിലാണ്. ഇപ്പം നിൻ്റെ പേര് ത്രേസ്യയാണ്, എൻ്റെ പേര് ജോസഫാണ്. ജോസഫിൻ്റെ പേരിൽ ഒരു ശക്തി വരും. എങ്ങനെയാണ്? അത് യേശുവിൽ നിന്ന് നമ്മളെ വിശ്വസിച്ചും പ്രത്യാശിച്ചും സ്നേഹിച്ചും സമർപ്പിച്ചും നേടിയെടുക്കണ പവറാണത്. അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. അതുകൊണ്ടാണ് ആ ശക്തി ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്, ഇതാ സർപ്പങ്ങളെ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ അടയാളം ഉണ്ടാകുമെന്ന് പറയത്തില്ലേ? വിശ്വസിക്കുന്ന കൂടെ ഇപ്പം മർക്കോസിൻ്റെ 16-17
വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ അടയാളം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അടയാളമെന്നല്ല, വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ ശക്തി ഉണ്ടായിരിക്കും. എന്താണ്? സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഇപ്പോൾ ഒരു ചേച്ചി പറഞ്ഞില്ലേ 10 അടിയാണ് ചോദിച്ചത്, ഒരടിയെ തീർന്നെന്ന് പറഞ്ഞില്ലേ അല്ലേ? സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ലെന്ന്. മാരകമായി, അതായത് വിശ്വസിക്കുന്നതിൻ്റെ പവറാണ്. അതുകൊണ്ടാണ് 10:19 ലൂക്ക പറയണത്. എന്നാ പറയണത്? ഇതാ സർപ്പങ്ങളുടെയും, ഒന്ന് പറഞ്ഞേ, തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. കൈ അടിച്ചു കിടത്താണ്. അതുകൊണ്ടാണ് ഈശോ പറയണത് ചത്താലും പറയും. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വിഷയം, ഒരു ഉദ്യമം, കമ്പം കഴിഞ്ഞ് കാറ്റൂതി എന്ന് പറയുന്ന നാട്ടുകാരെ പറയത്തില്ലേ, അതുപോലെ ആ വിഷയത്തിൻ്റെ അകത്ത് ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയും. ഇനി അവിടെ എനർജി ഇൻവെസ്റ്റ് ചെയ്താൽ വേസ്റ്റായി പോയുള്ളെന്ന് പറയും. അങ്ങനെ ഈശോനോട് ഒരാൾ പറഞ്ഞു, ഇനി നമ്മുടെ എനർജി അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അത് വേസ്റ്റാണെന്ന് പറയും. അത് വേസ്റ്റാണെന്ന് പറയുമ്പോൾ ഈശോ എന്നാ പറയും? എല്ലാ വേസ്റ്റും നമുക്ക് നേരെ പുനരുദ്ധരിക്കാൻ പറ്റും. എന്താണ്? വിശ്വസിക്കുക മാത്രം ചെയ്യാൻ പറയും. ഇനി അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഇനി നമ്മുടെ എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അത് വേസ്റ്റാണെന്ന് ഈശോനോട് ആരാ പറഞ്ഞത്? ജൈറൂസിൻ്റെ വീട്ടിൽ നിന്ന് വന്ന കക്ഷികളാണ് പറഞ്ഞത്. ജൈറൂസ് ആരാ? സിനഗോഗ് അധികാരിയാണ്. സിനഗോഗ് അധികാരിക്ക് എന്നാ സംഭവിച്ചത്? അയാളുടെ മകള് രോഗബാധിതയായി മരിച്ചുപോയി. അപ്പോഴേ ഈശോ ആ മരിച്ചു പോയെന്നറിയാതെ അപ്പോസ്തലന്മാർ പോയി. ഈശോക്കറിയാൻ മരിച്ചു പോയെന്നുള്ളത്, കൂടെ വന്ന ആർക്കറിയത്തില്ല, മരിച്ചു പോയെന്ന് അറിയത്തില്ല. പക്ഷേ എതിരെ വന്ന ആൾക്കാർ പറഞ്ഞു, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, കുട്ടി മരിച്ചു പോയെന്ന് പറഞ്ഞു. ഇല്ലേ? 8:50 ലുക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യം. ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, കുട്ടി മരിച്ചുപോയി. അപ്പോൾ ഈശോ എന്നാ പറയണത്? അതെ, ഇനി എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, വേസ്റ്റാണ് അല്ല എൻ്റെ അർത്ഥം. ഇനി എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, വേസ്റ്റാണ്. ഇപ്പം 42 കൊല്ലമായിട്ട് മദ്യപിക്കുന്ന ആളുണ്ട്. ഒരു സാക്ഷ്യം ഈ ദിവസങ്ങൾ വന്നില്ലേ? എന്നാ സാക്ഷ്യം വന്നിരിക്കുന്നത്? 42 കൊല്ലം പുകവലിക്കുന്ന ആളാണ്. അമ്മായിയപ്പനാ. മരുമകൾക്ക് ഭയങ്കര സങ്കടം. എന്താ കാര്യം? ഒരു ചോരക്കുഞ്ഞുണ്ട്. അപ്പം അമ്മായിപ്പൻ പുകവലിക്കുന്നേ ഉള്ളൂ, പക്ഷെ നല്ല സ്വഭാവക്കാരനാണ്. അപ്പം കുഞ്ഞെന്ന് പറയുമ്പോൾ അപ്പം പുറത്ത് പോയി വലിച്ചോളൂ. പക്ഷേ രാത്രിയാകുമ്പോൾ പിന്നെയും പ്രശ്നമാണ്. രാത്രി എപ്പോഴും പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആ പുക തങ്ങി നിന്നിട്ട് കുഞ്ഞ് ചുമക്കാൻ തുടങ്ങുന്നുണ്ട്, ഇല്ലേ? അപ്പം അതുകൊണ്ട് മരുമോള് അറിയാണ്ട് വന്ന് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറഞ്ഞു. ചിലപ്പോൾ അമ്മായിയമ്മയും പറഞ്ഞു തരുന്ന, നാട്ടുകാരെയും പറഞ്ഞു കാണും, ഇനി അവിടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, വേസ്റ്റാണ്. കാര്യം എന്താണ്? 42 കൊല്ലം പുകവലിച്ച ആൾ ഈ അവസാന കാലത്തിന് എന്നാ മാറാനാ? അതാണ് പ്രശ്നം. 42 കൊല്ലം പുകവലിച്ച ആൾ ഈ അവസാന കാലത്തിന് എന്നാ മാറാനാ? ഇനി എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, വേസ്റ്റാണ്. അതാണ് ലൂക്ക 8:50. നമുക്ക് അങ്ങനെ പല ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ കൊട്ടേഷൻ പാർട്ടി ആയിരിക്കും മകൻ, ചിലപ്പോൾ കഞ്ചാവായിരിക്കും, 4 പ്രാവശ്യം ജയിലിൽ കിടന്ന ആളായിരിക്കും. എവിടെ പോയി? നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ പോയി, മകന് വേണ്ടിയാണ്, പണിയാണ്. ഇതൊക്കെ വേറെ പണിയൊന്നുമില്ലേ? ഇനി അവിടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അവൻ പോക്കാണ്. ഇനി അവിടെ നമ്മൾ വിശ്വസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, വേറെ വല്ല നല്ല കാര്യം ചെയ്യാൻ നോക്കാൻ പറയും. അതാണ് പറയണത്. ഇനി അവിടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അവൻ പോക്കാണ്. അതാണ് ജൈറൂസിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ പറയണത്. എന്താണ്? ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, കുട്ടി മരിച്ചു കഴിഞ്ഞു. അനീശോ പറഞ്ഞ മറുപടി എന്താ? ദൈവം മനുഷ്യനോട് പറയുന്ന മറുപടി എന്താണ്? മനുഷ്യൻ പറയുന്നു, ഇനി അവിടെ നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിക്കോ ശക്തിക്കോ സ്വാധീനത്തിനോ പാരമ്പര്യത്തിനോ അറിവിനോ ഒന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിസ്സഹായമാണെന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യൻ്റെ നിസ്സഹായതയുടെ മുഖത്ത് നോക്കിയിട്ട് ഈശോ പറഞ്ഞ വാക്കെന്താണ്?
വിശ്വസിക്കുക മാത്രം ചെയ്യുക. കൈ അടിച്ച് കർത്താവില്ല വിശ്വസിക്കുന്നവർക്ക് അങ്ങ് കാവലായിരിക്കുന്ന തമ്പുരാൻ. അപ്പോൾ അതായത് ഇങ്ങനെ ഒത്തിരിയേറെ നമ്മൾ വർക്ക് ചെയ്തിട്ടും പരാജയപ്പെട്ട ചില പ്രോജക്റ്റുകളില്ലേ, ചില പദ്ധതികളില്ലേ, ഈ പദ്ധതികളിൽ നമ്മൾ വീണ്ടും വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വീണ്ടും വിശ്വാസം നിക്ഷേപിക്കുകയാണെങ്കിൽ, വീണ്ടും അങ്ങനെയുള്ള പരാജയപ്പെട്ട ഇപ്പം ഈ ഉടമ്പടി കഴിഞ്ഞ് ചെന്നിട്ട് എന്നാ ആ വീട്ടിൽ സംഭവിച്ചത്? രാമങ്കരിയിലെ കേസാണ്. എന്നാ സംഭവിച്ചത്? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരുമകൾ അമ്മായിയമ്മയോട് ചോദിച്ചു, അമ്മ അവർ തമ്മിൽ വലിയ ഗുലാനാ, അമ്മ അപ്പ ഇപ്പോൾ ചുമക്കണില്ലല്ല. അപ്പോൾ എന്താണ് അമ്മായിയമ്മ പറഞ്ഞത്? എടി അപ്പ ഇപ്പം ചുമക്കണമല്ല, അപ്പ നവംബർ 23 ചുമ നിർത്തിയതാ. അപ്പോൾ ഇവിടെ അടുക്കളയിൽ ഇരുന്ന് കരഞ്ഞ്, എന്താ നവംബർ 23 അമ്മയോട് പറഞ്ഞത് അപ്പയുടെ കാര്യം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. മർക്കോസിൻ്റെ 9:23 ആ വാക്ക് അളന്നും തൂക്കി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ആ വാക്കെല്ലാം അളന്നു തൂക്കിയാണ്. അതായത് ഒരു വിഷയം, ചില വിഷയങ്ങൾ സാധിക്കുന്നതിന് നമ്മളുടെ പാരമ്പര്യ വിശ്വാസം പോരാണ്ട് വരും. അതുകൊണ്ട് ഈശോ പറയും, വിശ്വാസം നിൻ്റെ പേരിലാക്കാൻ പറയും. പിടികിട്ടിയോ? അപ്പൻ്റെ വിശ്വാസം അമ്മയുടെ വിശ്വാസമാണ് നിൻ്റെ കയ്യിൽ ഇരിക്കണത്, അത് നിൻ്റെ പേരിലാക്കാൻ പറയും. നിൻ്റെ പേരിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിൻ്റെ അനുഭവം വരണം. നിനക്ക് അനുഭവം വരണമെങ്കിൽ എന്ത് ചെയ്യണം? നിൻ്റെ കാലം മാറണം. മനസ്സിലായില്ലേ? അപ്പം ഈ കാലം ആരാ മാറ്റണത്? എന്നെങ്കിലും ഒന്ന് ഒരു കാലമാണ് നഷ്ടമാ. നമ്മുടെ കാലം മാറുമ്പോൾ നടപടി 17:27 നമ്മൾ വായിച്ചത് എന്താണ്? ദൈവത്തെ നമ്മൾ അന്വേഷിക്കണമെന്നാണ്, ഇല്ലേ? കാലം മാറുമ്പോൾ ആരന്വേഷിക്കണം? ദൈവത്തെ അന്വേഷിക്കണം. ഇന്നലെ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. വലിയ കുഴപ്പമൊന്നുമില്ല പോയ ആളാ. ഇപ്പം എവിടെയൊക്കെ കൊണ്ട് ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാം പൊട്ടി ആപ്പാടെ കടങ്ങൾ കയറി പലിശക്കെടുത്ത് പലിശ പെരുകി പിന്നെ ഇപ്പം കൂടുതലായി. അപ്പോഴദ്ദേഹം പോകാൻ നേരത്തെ എന്നോടൊരു കാര്യം പറഞ്ഞു. എനിക്ക് 2-3 കൊല്ലം മുമ്പ് എനിക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയപ്പോഴേ ഈ ബിസിനസ്സൊക്കെ തുടങ്ങാൻ വേണ്ടി ഞാൻ ചില ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയായിരുന്നു. കത്തോലിക്കരാടേ. അതാണ് പ്രശ്നം. അപ്പോൾ അവൻ്റെ ഗ്രാവിറ്റി, ആ തെറ്റിൻ്റെ ഗ്രാവിറ്റി ഡബിളാണത്. എന്താ കാര്യം? നിൻ്റെ കർത്താവായ ദൈവം ഇത് അവസാനം വരെ ഈ നിയമം തുടരുകയാണ്. അവസാനം വരെ അതായത് 1-ാം പ്രമാണം ലംഘിച്ച് പോയാൽ പിന്നെ കുർബാനയ്ക്ക് നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. കാര്യം എന്താ? കുർബാന ദൈവസാന്നിധ്യം നമ്മളിൽ നിറക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ ഉടമ്പടിയാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. കൈയടിച്ച് കർത്താൻ കരുണാമയനെ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? 1-ാം പ്രമാണം ലംഘിച്ചാൽ പിന്നെ കുർബാനയ്ക്ക് വന്നിട്ട് പള്ളിപ്പറമ്പിൽ പോലും കയറരുത്. 1-ാം പ്രമാണം എങ്ങാനും ലംഘിച്ചാൽ പിന്നെ പള്ളിപ്പറമ്പിൽ പോലും വരരുത്. കർത്താവ് വസിക്കുന്ന ഇടമാണത്. എന്താ കാര്യം എന്നറിയാവോ? ഈ കുർബാന എന്തിന് സ്ഥാപിച്ചെന്നാണ് പറഞ്ഞത്? അവൻ്റെ സാന്നിധ്യം നമ്മളിൽ കുടികൊള്ളാൻ വേണ്ടി സ്ഥാപിച്ചതാണ്. അതെപ്പോഴെ വരെയാണ് കുടികൊള്ളാൻ ഉദ്ദേശിക്കുന്നത്? അൺടു ദി ലാസ്റ്റ്, അന്ത്യം വരെ. ഐ വിൽ വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് കൈയിടിച്ച് കിടന്നാൽ ഹല്ലേലൂയ. ഈ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് പറഞ്ഞത് നോ ഓപ്ഷൻ പ്ലേസ് എന്ന് പറയും. ഐ വിൽ കം വിത്ത് യു.
അന്നല്ലേ പറഞ്ഞത്? മോസസിനോടും പറഞ്ഞത് എന്താണ്? ഉടമ്പടി പ്രകാരം മോസസിനോട് പറഞ്ഞത് എന്താണ്? ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. ജെറിക്കോ കോട്ടയായാലും ശരി, ജോർദാൻ നദിയായാലും ശരി, ഐ വിൽ കം വിത്ത് യു. പുറപ്പാട് 33:14 ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഈ ഞാൻ നിങ്ങളുടെ കൂടെ വരും എന്ന് പറഞ്ഞിട്ട് മോസസിനോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. എന്താ? ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് പെരിസ്യര്, ജബൂസ്യര്, ഫിലിസ്ത്യര് എന്നിവരെല്ലാം കൈകേറിയിരിക്കുന്ന നിൻ്റെ പിതാക്കന്മാരുടെ ഭൂമി നിനക്ക് വേണ്ടി വാങ്ങിത്തരാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ദൈവം ഇറങ്ങി വരിക മാത്രമല്ല ചെയ്തത്, ഞാൻ ഇറങ്ങി വരിക മാത്രമല്ല ചെയ്തത്, നിൻ്റെ കൂടെ സഞ്ചരിക്കും. എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ സഞ്ചരിക്കും. ബട്ട് വാട്ട് ഓപ്ഷൻ? എന്താണ്? നിനക്ക് മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പേ ഉള്ളൂ. നിൻ്റെ കർത്താവ് ദൈവം എന്നും കൊന്നും ഞാൻ തന്നെയായിരിക്കണം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നീ വേറെ ആരെയും കാണരുത്. അതാണ് ദൈവസാന്നിധ്യം വിട്ടുപോകണത് പറയണത്. ദൈവസാന്നിധ്യം കുറേ ആൾക്കാരിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. കർത്താവ് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ആരാണത്? സാംസൺ. ദലീല അവൻ്റെ മടിയിൽ കിടക്കുകയായിരുന്നു. ദലീലയുമായി അവന് പ്രണയബന്ധമായി കഴിഞ്ഞപ്പോൾ ദലീലയുടെ വിശ്വാസം അവൻ്റെ വിശ്വാസത്തിനെതിരായി വന്നപ്പോൾ, അവൻ ദൈവത്തെ മറന്നപ്പോൾ, വിശ്വാസത്തിന് വിരുദ്ധമായ ബന്ധങ്ങളിൽ അവൻ അകപ്പെട്ടപ്പോൾ, അവൻ്റെ ആത്മാവ് പണയം വെച്ചപ്പോൾ, ഒരു സ്ത്രീയുടെ മുമ്പിലോ പുരുഷൻ്റെ മുമ്പിലോ നിന്റെ വിശ്വാസം പണയം വെച്ചാൽ സാംസന് സംഭവിച്ച ദുരന്തം നിനക്ക് സംഭവിക്കും. എന്താണ് ആ ദുരന്തം? കർത്താവ് വിട്ടുപോണത് നീ അറിയത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ സ്വത്ത്. കൈ അടിച്ചു കിടത്താണ്. ദൈവമേ, അങ്ങേ സാന്നിധ്യം അന്ത്യം വരെ ഞങ്ങളിൽ കുടികൊള്ളുവാൻ വിശുദ്ധ കുർബാനയായി കൂടെ വസിക്കുന്നവനെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിൽ നിന്നും വിട്ടുപോകുവാൻ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കരുതേ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമായി ഞങ്ങളോട് എന്നും വസിക്കുന്ന പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെക്കുറിച്ചാണ് ഈശോ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദൈവ സാന്നിധ്യത്തിൻ്റെ നിബന്ധനയാണ്. നമ്മൾ ഒന്നാം പ്രമാണമെന്ന് പറയത്തില്ലേ? ഒന്നാം പ്രമാണം എന്തുകൊണ്ട് പാപമാകുന്നുവെന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ്? അത് പ്രസൻസ് നമ്മളിൽ നിന്ന് കളയും. ഒന്നാം പ്രമാണം വന്നത് എങ്ങനെയാണ്? പ്രസൻസ് ഗ്യാരണ്ടി ചെയ്യുമ്പോഴാണ്. എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകും, പക്ഷേ ഒരു നിബന്ധന കൊണ്ട്, നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. ദിവ്യകുർബാനയിൽ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ദിവ്യകാരുണ്യമായി ഉണ്ടാകുന്നതിന് മുമ്പ് കർത്താവ് കച്ചയെടുത്ത് ചുറ്റി. എന്തിൻ്റെ കച്ചയാണ് ചുറ്റിയത്? കൽപ്പനകളുടെ കച്ചയാണ് ചുറ്റിയത്. നമ്മൾ സർവീസ് എന്ന് പറയും, അത് സത്യമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്കെന്താണ്? കാല് കഴുകിക്കളഞ്ഞിട്ട്, കാല് കഴുകിയിട്ട് ഈശോ പറഞ്ഞ വാക്കെന്താണ്? യോഹന്നാൻ 13:13 നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അല്ലേ? അതല്ലേ പറഞ്ഞത്? അത് ശരി തന്നെ. നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. അത് ശരി തന്നെയെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? പണ്ട് പറഞ്ഞില്ലേ മോസസിനോട്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അതാണ് കൽപ്പനയാവുന്നത്. എന്തിനാ? ഐക്യത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കുദാശയ്ക്ക് മുമ്പ് വീണ്ടും നിൻ്റെ വിശ്വാസത്തെ ദൈവം ഊട്ടി ഉറപ്പിക്കാൻ നോക്കുന്നുണ്ട്. നീ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അതാണ് ഒന്നാം പ്രമാണം ലംഘിച്ച അപ്പോൾ സാത്താൻ പോയി. എന്തിനെങ്കിലും കാര്യം, ഏതെങ്കിലും വിഷയത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ ഒന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ പ്രവേശിച്ചു.
ഭർത്താവ് ഇരിക്കേണ്ട പാട്ട് ഭർത്താവ് ഇരുന്നില്ലെങ്കിൽ പട്ടി കയറിയിരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് ദൈവം ഇരുന്നില്ലെങ്കിൽ സാത്താൻ കയറിയിരിക്കും, അല്ല ബ്ലാങ്ക് ആകത്തില്ല. അത് യുദാസിനെ പറ്റിയത് അതാണ്. ഒന്നാം സ്ഥാനം അവന് പടത്തിന് കൊടുത്തു. അവന് ഗുരുവിനെ പോലും ചതിച്ച് കൊല്ലാൻ വേണ്ടി മാത്രം അവന് ദ്രവ്യാഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ പോയത്. അവൻ പോയി കഴിഞ്ഞാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചത്. ദൈവവേദലേ, ഒന്നെങ്കിൽ ഒന്നാം പ്രമാണം ലംഘിച്ചാൽ ദൈവം നിലനിന്ന് പോകും, രണ്ടിലൊന്ന് സംഭവിക്കും. അല്ലെങ്കിൽ നീ ദൈവ തിരുസന്നിധിയിൽ നിന്ന് പോകും. എന്താണ് സംഭവിക്കണമെന്നുണ്ട് ആത്മശോധന ചെയ്യേണ്ടതാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ഗുരുവും കർത്താവുമായ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കണമേ തമ്പുരാനേ. സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരുമണഞ്ഞിരുവിൻ അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഹൃതനായവൻ വിളിച്ചിടുന്നു, ആഹൃതനായവൻ വിളിച്ചിടുന്നു. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച വിഷയങ്ങളുടെ മേലെ വലിയ ധ്യാനം ചെയ്യുക. കർത്താവ് സംസാരിച്ചത് മൂല്യവർദ്ധിതമായ ആധ്യാത്മികതയെക്കുറിച്ചാണ്. എന്താണ് സംസാരിച്ചത്? നിൻ്റെ വിശ്വാസം ഷാർപ്പാക്കുകയും അതിൻ്റെ വിഷയം ദൈവം മാത്രമാക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ ഫെയ്ത്ത് ഫോക്കസ് ആകും. അപ്പോൾ നീ ശക്തി പ്രാപിക്കും. കർത്താവേ, ഓരോ ജീവിതകാല അനുഭവങ്ങൾ, പ്രതികൂല അനുഭവങ്ങളെ അങ്ങയോടുള്ള വിശ്വാസത്താൽ ഞാൻ സമീപിക്കുമ്പോൾ ആ വിശ്വാസ പ്രവർത്തനങ്ങളിലൂടെ നിന്നെ കൂടുതൽ അനുഭവിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ എനിക്ക് കിട്ടുന്ന ബോധ്യം കൊണ്ട് ഞാൻ ദൈവത്തിരുസന്നിധിയിൽ സ്വന്തമായ വിശ്വാസമുള്ളവനായി ഉള്ളവളായി മാറും. അതുവഴി എൻ്റെ മൂല്യം വർദ്ധിക്കും. നിൻ്റെ തിരുസന്നിധിയിൽ ലുക്ക 10:21 അനുസരിച്ചുകൊണ്ട് എൻ്റെ സമ്പന്നത വർദ്ധിപ്പിക്കാം. എൻ്റെ മൂല്യം വർദ്ധിപ്പിച്ചാൽ നിൻ്റെ മുമ്പിൽ എൻ്റെ വാക്കിന് വിലയുണ്ടാകും. എൻ്റെ വാക്കിന് വിലയെന്ന് പറയണത് എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുതാപിയെ സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ഗുരുവും കർത്താവുമായ അനുതാപിയെ കർത്താവായ യേശുമിശിഹായേ, അറിഞ്ഞോ അറിയാതെയോ വ്യക്തികൾക്കോ പണത്തിനോ ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് നിന്നേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് നിന്നെ ഒറ്റിക്കൊടുക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടുണ്ട്. അതുമൂലം നിനക്ക് എന്നിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. എനിക്ക് നിൻ്റെ മുമ്പിൽ നിന്ന് പോകേണ്ടിയും വന്നിട്ടുണ്ട്. കർത്താവേ, നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന് സങ്കീർത്തനം 51:11 ദാവീദ് പ്രാർത്ഥിച്ചു.
അനുതാപത്തിൻ്റെ ആ സങ്കീർത്തനം കഴിഞ്ഞ കാലങ്ങളിലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഭക്തിക്കോ പ്രാർത്ഥനയ്ക്കോ പരസ്നേഹ പ്രവൃത്തികൾക്കോ സ്ഥാനം കൊടുക്കാതെ അങ്ങയെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പാകണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ശ്വാസത്തെയും നഷ്ടപ്പെടുത്തുന്ന പ്രണയ ബന്ധങ്ങൾ അങ്ങയെ തള്ളിപ്പറഞ്ഞ ഇടമായി മാറി. കണ്ണിൻ്റെ ദുരാശ. 1 യോഹന്നാൻ 2:17 കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും ദൈവത്തിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ലോകം കടന്നു പോകും, അതിൻ്റെ മോഹങ്ങളും. ഓ ദിവ്യകാരുണ്യമേ, കടന്നു പോകുന്ന ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് നിന്നേക്കാളും എൻ്റെ ആത്മാവിനേക്കാളും പ്രാധാന്യം കൊടുത്തുപോയ എല്ലാ നിമിഷങ്ങളെ ഓർത്ത് കൈപ്പോടെ കർത്താവെ, അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജാത്യർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകിയെന്ന് നടപടി പുസ്തകത്തിലെ 11:18 ഞങ്ങൾ വായിച്ചറിയുന്നു. കർത്താവെ, ജീവൻ നൽകുന്ന അനുതാപത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഈ നോൻപ് കാലത്തിൻ്റെ ആരാധനയിലെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന വാശി, വൈരാഗ്യം, പക, വിട്ടുകൊടുക്കാത്ത അവസ്ഥകൾ, പിടിവാശികൾ, ഒതുങ്ങാത്ത സ്വഭാവം, അതുമൂലം ഉണ്ടാകുന്ന കുടുംബ തകർച്ച, പരസ്പരമുള്ള അനുരഞ്ജനമില്ലായ്മ, കർത്താവെ, എല്ലാം കൊണ്ട് ദൈവത്തോടടുക്കാൻ ശ്രമിക്കുമ്പോഴും ആത്മാവിൽ നിന്നും മനുഷ്യനും തമ്മിൽ അകന്ന് ദൈവത്തെക്കാൾ ഉപരി, ദൈവത്തിൻ്റെ വചനത്തെക്കാൾ ഉപരി എൻ്റെ വാക്ക്, എൻ്റെ നിലപാട് എന്ന് പറഞ്ഞ് പിടിവാശിയുടെ മുറുകെ പിടിക്കുമ്പോൾ വിണ്ടുകീറിയ കുടുംബങ്ങളിലെ അനാഥമാകുന്ന കുട്ടികളുടെ ഓർത്ത് കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുതാപത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ കർത്താവെ അനുഗ്രഹം അവർക്ക് നൽകണമേ. കുടുംബങ്ങളിലെ ഐക്യപ്പെടുത്തണമേ. വിശ്വാസത്തെ പ്രതി, ദൈവത്തെ പ്രതി, ദൈവവചനത്തെ പ്രതി ഐക്യപ്പെടുത്തണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണ തോന്നണേ എന്നിൽ, നിമിഷങ്ങളെ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുക. ഭക്തിയോടെ എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അതിനുശേഷം ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥന ഈശോയുടെ നാമത്തിൽ. സന്തോഷമായി ഇരിക്കണ്ട, മനസ്സിൽ സന്തോഷമായിരിക്കുക. അതായത് ഇപ്പോഴേ ഈശോ സുഖപ്പെടുത്തുന്ന രോഗികളാണ്. ഉദരത്തിൻ്റെ ഇടതുവശത്ത്, ഊടിൻ്റെ നേരെ ഇടതുവശത്ത് ഉള്ളിലിരുന്ന് സൂചിക്ക് കുത്തണ പോലെയും പഴുക്കണ പോലെയും, ഒരു സൂചിക്കുത്ത് പോലെയല്ല, നമ്മൾ തള്ളവിരൽ കൊണ്ട് നിൽക്കണ അത്രയും സ്ഥലങ്ങൾ വേദനിച്ചിരിക്കുന്നുണ്ട്. അത് നീരാകാം, പഴുപ്പാകാം.
വേറെ അവയവങ്ങളുടെ കേടാകാം. എന്തായാലും ആ മോളെ ഈശോ ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, അങ്ങ് തരുന്ന സൗഖ്യത്തെ ഓർത്ത് നന്ദി ദൈവമേ. ഉദരരോഗികളെ മുഴുവൻ ഞങ്ങൾ സമർപ്പിക്കുന്ന ദൈവമേ, സൗഖ്യത്തിന്റെ പെരുമഴ ഒഴുക്കണമേ തമ്പുരാനേ. യേശുവേ, 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 യേശുവേ. Praise the Lord. അതായത് വലത് കാലിന് കർത്താവിൻ്റെ ആണി തറച്ചിരിക്കുന്ന സ്ഥലമില്ലേ, അത് ആ തിട്ട് ഏതാണ്ട് ആ ഒരു സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ കുത്തിച്ചുഴിയുന്ന വേദന ഉണ്ട്. ചിലപ്പോൾ വാദമാണെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും കഷ്ണങ്ങളകത്ത് കയറിപ്പോയിട്ട് ആണെന്ന് വിചാരിക്കും. പക്ഷേ എന്ത് വേദനയായാലും 10-20 ദിവസം കഴിയുമ്പോൾ ആ വേദന മാറും. ചിലപ്പോൾ 7 ദിവസത്തിനുള്ളിൽ നിനക്ക് ആ വേദന മാറും. പക്ഷേ ഈശോ പറയണത് ആ വേദന എന്ത് കൊണ്ടുവന്നാലും ശരി, കർത്താവിൻ്റെ ആണിപ്പഴുതിൻ്റെ വേദനയോട് ചേർത്ത് വെച്ചിട്ട് നീ ആരുടെയെങ്കിലും മാനസാന്തരത്തിന് വേണ്ടി നിൻ്റെ പരിചയത്തിലുള്ള വ്യക്തികളുടെ ആത്മാർത്ഥമായ മനസ്സാന്തരത്തിന് വേണ്ടി ആ വേദന കാഴ്ചവെക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നാഥനേ, അങ്ങേക്ക് ആരാധന. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോഴേ പ്രാർത്ഥിക്കുമ്പോഴേ ഇടത് കൈയുടെ കക്ഷത്തുള്ള മുഴയാണ്. അങ്ങനെ കുറേ ശരീരത്തിൽ മുഴയുള്ളവരുണ്ടാകും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ശരീരത്തിൽ മുഴയുള്ള ഉള്ളിലും അവയവങ്ങളിലും മുഴകളുള്ള പുറമേ മുഴകളുള്ള എല്ലാ മക്കളെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ എല്ലാ മുഴകളെയും സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ മുഴകളും നീതികളും മറ്റു രോഗങ്ങളും ക്യാൻസർ രോഗങ്ങളും യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. സൗഖ്യത്തിന്റെ പെരുമഴ ഒഴുക്കുന്ന തമ്പുരാനേ, ആരാധന, ആരാധന. പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ: നടുവെല്ലിൻ്റെ വേദന, വിട്ടുപോയ കശേരുക്കൾ, അകന്നുപോയ ഇടർച്ചയോടെ അതിൻ്റെ സ്ഥാനം തെറ്റി നിൽക്കുന്ന കശേരുക്കൾ, അതുപോലെ വിട്ടു നിൽക്കുന്ന അസ്ഥി ബന്ധങ്ങൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അസ്ഥി രോഗങ്ങളാൽ അസ്ഥി ഉരുക്കങ്ങളാൽ അസ്ഥിക്കുഴകള് ഫ്ലൂയിഡില്ലാത്ത അവസ്ഥകള് വിട്ടു നിൽക്കുന്നവര് സ്ഥാനം തെറ്റി നിൽക്കുന്ന അസ്ഥികള് ജോയിൻ ചെയ്യാൻ പാടില്ലാത്ത വിധം വേദനിക്കുന്ന നടുരോഗങ്ങള് സ്പോണ്ടിലോസിസ് രോഗങ്ങള് സന്ധിബന്ധങ്ങളിലെ അസ്ഥിബന്ധങ്ങളിലെ രോഗങ്ങള് യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. എല്ലാ സ്ഥിരോഗികളെയും സമർപ്പിക്കുന്ന ദൈവമേ, അവരുടെ സന്ധിബന്ധങ്ങളെ സമർപ്പിക്കുന്ന ദൈവമേ, യേശുവേ, സൗഖ്യമായി ഒഴുകി ഇറങ്ങണമേ. ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ 3/4 പേരും അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ചെയ്ത വിഷയങ്ങളാണ്. അപ്പം അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ ആരാധനയ്ക്ക് വെക്കുന്നത്. അതുകൊണ്ടാണ് പരമാവധി സൗഖ്യത്തിൻ്റെ സാധ്യത നമുക്ക് അവകാശമാകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ത്വക്ക് രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, തിണർപ്പുകൾ,
അതുപോലെ തന്നെ ചിരങ്ങുകൾ, ഇതുപോലെയുള്ള ത്വക്കിനുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ, അതെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ തളിക്കപ്പെടാൻ വേണ്ടി അമ്മയുടെ മധ്യസ്ഥം തേടുകയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ത്വക്ക് രോഗികളെ, വിസർപ്പ രോഗികളെ, വേരിക്കോസിന്റെ അസുഖമുള്ളവരെ, തൈറോയ്ഡ് രോഗികളെ, വാതരോഗികളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. കർത്താവേ, ത്വക്ക് രോഗങ്ങള്, ചിരങ്ങുകള്, ചൊരികള്, വെള്ളപ്പാണ്ടുകള്, പാണ്ട് രോഗങ്ങള് യേശുവിന്റെ നാമത്തിലെ, മാതാവിന്റെ മധ്യസ്ഥതയിലെ, ഈശോ നാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ ത്വക്ക് രോഗികളെയും അമ്മ വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, നാഥനേ, സൗഖ്യത്തിന്റെ പെരുമഴ ഒഴുക്കണമേ. മക്കളെ, മുടി കൊഴിയുന്നത് ഒരു രോഗമാണ്. പക്ഷെ അത് നിസ്സാരമല്ല. പല ആൾക്കാരുടെയും കല്യാണം താമസിക്കുന്നതിന് ഇതൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഒന്നും നിസ്സാരമായിട്ട് അമ്മ കരുതണില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം ആരാധനയ്ക്ക് വെക്കുന്നത്. നിൻ്റെ മനസ്സ് വിഷമിക്കുകയും കണ്ണ് നിറയുകയും ചെയ്യുന്ന ഒരു വിഷയവും നിസ്സാരമല്ല. വിവാഹം താമസിക്കുന്നവർ, മക്കളില്ലാത്തതെന്ന് പറയുമ്പോൾ ഒരു അമ്മയാകാനുള്ള കൊതിയേക്കാളുപരി, അതിൻ്റെ ഒരു മാനസിക സംതൃപ്തിയേക്കാളുപരി കുടുംബത്തിൽ ചില വ്യക്തികൾ അനുഭവിക്കുന്ന തിക്കുമുട്ടലുണ്ട്. അത് നമുക്ക് അതിൻ്റെ വേദന പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. നാത്തൂന്മാരുടെ പോര്, നമുക്ക് മക്കൾ ഉണ്ടാവരുതെന്ന് ശാഠ്യം പിടിച്ചിട്ട് നമ്മുടെ അവകാശം അടിച്ചു മാറ്റാനുള്ള അണിയറയിലെ നീക്കങ്ങൾ, അതിൻ്റെ പേരിൽ നമ്മളെ ക്രൂശിക്കണത്, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഉപദ്രവിക്കണതും, കള്ളപ്രചരണങ്ങൾ നടത്തുന്നത്, അങ്ങനെ ഒത്തിരിയേറെ പീഡാനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ പീഡാനുഭവങ്ങളുടെ മേലും അമ്മ ഒരു തീരുമാനം എടുക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കട്ടെ. സൂര്യ ഹല്ലേലൂയ. മക്കളില്ലാത്തവരുടെ മേലും വിവാഹം ഒത്തുവരാത്തവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവരുടെ മേലും മക്കൾ ഇല്ലാത്തവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ. അവിടെ വന്ന് സാക്ഷ്യം പറയാൻ, സന്തോഷത്തോടെ സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരൾ രോഗികള്, കിഡ്നി രോഗികള്, അപസ്മാര രോഗികള്, പിസ്റ്റുരായിഡ് രോഗമുള്ളവർ, അർസസ് രോഗികൾ, PCOD രോഗമുള്ളവർ, അവരെല്ലാവരും അതാ സ്ഥാനങ്ങളുടെ അടിവയറ്റ് കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ, വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ളവരുടെ മേലും കർത്താവിൻ്റെ കണ്ണ് ചൊരിയട്ടെ. വിശുദ്ധ രക്തത്താൽ ഈ നിമിഷം ഈശോ അവരെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശു സ്തോത്രം, യേശു സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യ സ്നേഹമേ, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലി ഇല്ലാത്തവരെ, കുടുംബം പോറ്റാൻ ആവശ്യമായ വരുമാനം ഇപ്പോഴില്ലാത്തവരെ, വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്തവരെ, എപ്പോഴും ആട്ടും തുപ്പും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോലും കൊച്ചാക്കി സംസാരിച്ചിട്ട് എന്നാത്തിന് ജീവിക്കാനാണ് ഓർത്ത് ചത്ത് ജീവിച്ച് ജീവക്ഷവം പോലെ ജീവിക്കണ കുറേ മക്കളുണ്ട്. അവരൊന്നെങ്കിൽ അത് കൃപയാക്കി മാറ്റണം, അല്ലെങ്കിൽ അമ്മ നേരിട്ടത് ഇടപെട്ടിട്ട് നിനക്ക് ഈ ജീവിതകാലത്ത് തന്നെ നിനക്ക് സന്തോഷം തരണം. എന്താണ് കരുണീയമെന്ന് വെച്ച് ആ വിഷയം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
തൊഴിലിനു വേണ്ടി മുട്ടുന്ന കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടുന്ന വേദന അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ദൈവമേ. അവരുടെ മുൻപിൽ നാഥാ അങ്ങ് കവാടം തുറക്കണമേ, തൊഴിൽ മേഖല കാട്ടിക്കൊടുക്കണമേ തമ്പുരാനേ. യേശുവേ, യേശുവേ. മക്കളുടെ പഠനങ്ങൾ, പഠിക്കാത്ത മക്കളെ ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പരീക്ഷയിലുള്ള എല്ലാവരെയും നമ്മളിപ്പോഴും അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മ അവരെ ഈശോയ്ക്ക് അടുത്തേക്ക് കൊണ്ടുവരും. എഴുതിവിട്ട പരീക്ഷകൾ, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പരീക്ഷയ്ക്ക് കൈമാളിപ്പോയാലും അമ്മ ആ വിഷയം ഏറ്റെടുത്ത നിന്നെ നിലനിർത്തി തരും. ജോലിയില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, ഇപ്പം പൊറുക്കണ സ്ഥലത്ത് എപ്പോഴും വഴക്കും ഭിന്നതയും കാരണം അവിടുന്ന് പൊളിച്ചുകൊണ്ട് പോയാലോ എന്ന് ചിന്തിക്കുന്നവർ, ഒന്നെങ്കിൽ അവിടെ വഴക്ക്, ചുറ്റുവട്ടങ്ങളിലുള്ള വഴക്ക് അസ്തമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് മാറി താമസിക്കണം. കാരണം സമാധാനം ആവശ്യമാണ്. അങ്ങനെയുള്ള കുഴഞ്ഞു മറിഞ്ഞ എല്ലാ മേഖലകളിലും കുറേ കേസുകളും തർക്കങ്ങളും വഴി നടത്തലില്ലാത്ത അവസ്ഥയും എല്ലാമായി വേദനിച്ച് നടക്കുന്ന മക്കളുടെ മേലെല്ലാം ദൈവിക ഇടപെടലുണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരീക്ഷ എഴുതിയ എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന ദൈവമേ, പരീക്ഷ എഴുതുവാനിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന ദൈവമേ, ഇടപാടത്തിനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്ന ദൈവമേ. പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, ഇൻ്റർവ്യൂ ടെസ്റ്റ്, യാത്രകൾ, അതിനനുബന്ധ രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ, കയറി ഇറങ്ങേണ്ട സ്ഥാപനങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ, റവന്യൂ ഓഫീസുകൾ, കോടതികൾ, സ്റ്റേഷൻ, പൊതുജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ, അവിടെ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, സമയബന്ധിതമായ വിഷയങ്ങൾ പരിശുദ്ധ അമ്മ ഇടപെട്ട് സമയച്ചുരുക്കം ഉണ്ടാകാൻ വേണ്ടി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, സമയബന്ധിതമായ വിഷയങ്ങളിലെ പരിശുദ്ധ അമ്മ ഇടപെട്ട് ഉടമ്പടി വാഗ്ദാന പ്രകാരം സമയച്ചുരുക്കമുണ്ടാകാൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങള്, വ്യക്തികള്, ഓഫീസുകള്, വിഭാഗങ്ങളിൽ യേശുക്രിസ്തുവിന്റെ വലിയ സാന്നിധ്യമുണ്ടായി. അവിടെ നിന്നെല്ലാമുള്ള ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ദൈവമഹത്വം വരട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. സമയത്തെ ചുരുക്കുവാനുള്ള സമയ ഘടികാരവുമായി തിരുനടയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ദുരിതങ്ങളുടെ സമയത്തെ സമർപ്പിക്കുന്നു. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. നേർച്ച വസ്തു എടുക്കുക, നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുക്കൾ എന്ന് പറയുന്നത് പത്രം, തിരി, തേന്, ഉപ്പ്, എല്ലാം നേർച്ച വസ്തുക്കളാണ്. ഉടമ്പടി പത്രമൊന്നും എടുക്കണ്ട, അതോടെ ശരി.
പ്രിയപ്പെട്ടവരെ, നമ്മളെ പത്രത്തെയും നേർച്ച വസ്തുക്കളെയും ഒന്നുകൂടി ആശീർവദിക്കാൻ പോവുകയാണ്. കുറച്ച് അറിയിപ്പുകൾ ശ്രദ്ധയോടെ കേൾക്കുക. ചെറിയ വ്യത്യാസങ്ങൾ ടൈം ടേബിളിൽ വന്നിട്ടുണ്ട്. ഇനി മുതൽ ദാറ്റ് മീൻസ് ഏപ്രിൽ മാസം മുതൽ ഞായറാഴ്ച ഉടമ്പടി ആരാധന ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് 1, 3 ഞായറാഴ്ചകളിൽ ആരാധന ഉണ്ടായിരുന്നു. ഇനി മുതൽ ഇല്ല. ആരാധന വെച്ചാൽ ധ്യാനമില്ല, പക്ഷെ ഉടമ്പടി പ്രാർത്ഥന നടക്കും. ഉടമ്പടി പ്രാർത്ഥന ഈ ധ്യാനമില്ലാത്ത ഞായറാഴ്ചകളിലും ഉടമ്പടി പ്രാർത്ഥന നടക്കും. അപ്പോൾ ഒരു വിഷയം, അപ്പോൾ 1, 3 ഞായറാഴ്ചകളിലെ ധ്യാനങ്ങൾ എങ്ങോട്ട് മാറി? 1-ാം ശനിയാഴ്ചയ്ക്ക് മാറിയിട്ടുണ്ട്, 3-ാം ശനിയാഴ്ചയ്ക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം, 3-ാം ശനിയാഴ്ച വലിയ ശനിയാഴ്ചയാണ് ഏപ്രിൽ മാസം. അപ്പോഴത് അന്ന് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതല്ല. ദാറ്റ് മീൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത മാസം പെസക വേഴം മുതൽ ഈസ്റ്റർ സൺഡേ വരെ കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതല്ല. കാര്യം നമ്മളെല്ലാവരും കർത്താവിൻ്റെ കൂടെ ദേവാലയത്തിലായിരിക്കും ആ ദിവസങ്ങളിലെല്ലാം. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ സ്റ്റാഫ് കുറച്ച് പേര് ഇവിടെ ഉണ്ടാവും എപ്പോഴായാലും. അപ്പോൾ കാര്യം ഈ പല തീർത്ഥാടകരും വന്ന് ഇപ്പോഴും നമ്മൾ ഉടമ്പടി ഇല്ലെങ്കിലും തീർത്ഥാടകരിങ്ങനെ വന്നിറങ്ങി അമ്മയെ കണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലും ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും. എനിക്കുണ്ടാകാൻ പറ്റത്തില്ല, കാര്യം എനിക്ക് ഇടവക ഉള്ളതുകൊണ്ട് ഞാൻ ഇടവകയിലായിരിക്കും. എന്നും പറഞ്ഞ് നിങ്ങൾ ഇടവകയിലിട്ടൊന്നും വന്നേക്കരുത്, കാര്യം വിശുദ്ധ വാരമാണ്. അതാണ് സംഭവം. വിശുദ്ധ വാരത്തിലെ കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ഒരു അറിയിപ്പുണ്ട്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന, അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന രോഗികൾ ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളുമാണ്. അവർ ഓഫീസിൽ നിന്ന് ഇത് വാങ്ങിക്കണം, ചീട്ട് വാങ്ങിക്കണം. ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും 50 ചീട്ടാണ് കൊടുക്കുന്നത്. ഉടമ്പടി 3, 4 തവണ പുതുക്കിയവരുണ്ട്, ഇന്നുവരെ അച്ഛനെ കാണാത്തവരുണ്ട്. അവർ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. ആ ജില്ല അടിസ്ഥാനത്തിൽ ഉടമ്പടി 3, 4 പ്രാവശ്യം പുതുക്കിയവരെ ഒരിക്കലും അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് തോന്നണവർക്ക് അവരുടെ ജില്ലകളുടെ ബോർഡ് ഇടും ഇപ്പോഴേ. അപ്പോൾ ആ ബോർഡിൻ്റെ ബാക്കിൽ ഫ്രണ്ടിലുണ്ടായാൽ മതി. കോട്ടയത്തിൻ്റെ ഇടും, കോട്ടയം, എറണാകുളം, ആലപ്പുഴ എല്ലാം ഒരു ബോർഡാണ്. വിഴിഞ്ഞം, കൊല്ലം, കന്യാകുമാരി, ട്രിവാൻഡ്രം ഒരു ബോർഡാണ്. കാസർഗോഡ്, കണ്ണൂർ, മാനന്തവാടി, അതായത് ഉത്തര മലബാറല്ല ഒരു ബോർഡാണ്. അപ്പോൾ അതിൻ്റെ ബോർഡ് ഇടുമ്പോൾ 3, 4 പുതുക്കിയവർക്ക് അവിടെ നിന്ന് അച്ഛനെ പ്രാർത്ഥനാ സഹായം ചോദിക്കാവുന്നതാണ്. അത്യാവശ്യം ആണ് ഉദ്ദേശിക്കുന്നത്. വളരെ ചില ആൾക്കാർ കണ്ടേ പറ്റത്തുള്ളെന്ന് പറയുന്ന വിഷയമില്ലേ, അതാണ് നിൽക്കേണ്ടത്. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം വന്ന് പറയണതെല്ലാം നിസ്സാര കാര്യമാണ്, അതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. അതല്ല, അത് നിങ്ങളെ ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ചെയ്യാൻ പറ്റുന്ന കാര്യം. എനിക്ക് അച്ഛൻ്റെ അടുത്ത് വരണതേ അമ്മ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനിരിക്കണ കുട്ടി ദൈവമല്ല ഞാൻ. അച്ഛൻ്റെ അടുത്ത് എന്തിനാണ് വരുന്നത്? ഒരു കൺഫ്യൂഷൻ വരും, അതാണ് അച്ഛൻ്റെ അടുത്ത് വരുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ കൊടുക്കണം, UK ആണ്, അത് കൊടുക്കണോ വേണ്ടയോ, അത് കൺഫ്യൂഷനാണ്. അത് തന്നെയാണോ അതോ ഓസ്ട്രേലിയയാണ്? അപ്പം ഇങ്ങനെ ഈ ഒരു തിരഞ്ഞെടുക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള സമയമാണ് അച്ഛനുമായിട്ട് കാണേണ്ടത്. രോഗികൾക്ക് അതാത് മാസം ഓരോ ഇപ്പം എല്ലാ രോഗികളും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൊവ്വാഴ്ച എപ്പിലെപ്സി രോഗികൾ, അതുപോലെ ഓട്ടിസം, ഡൗൺ സിൻഡ്രം, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി രോഗികളെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥിച്ചത്. അപ്പോൾ ഓരോ സെക്ഷൻ രോഗികൾക്കും ഓരോ ദിവസമുണ്ട്. അത് പത്രത്തിൻ്റെ 12-ാം പേജ് നോക്കണം. പത്രം കിട്ടിയ ഉടനെ നോക്കേണ്ടത് 12-ാം പേജാണ്.
കാര്യം എല്ലാത്തരം അറിയിപ്പുകളും ഉള്ളത് അവിടെയാണ്. കാര്യം ഇപ്പോൾ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ രോഗികളെയും എല്ലാ ദിവസവും നോക്കുമെന്ന് പറഞ്ഞാൽ 10-500 രോഗികളുണ്ടാവും. ഈ രോഗികൾക്കൊന്നും അധികം നേരം നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമല്ലോ, 50 രോഗികളെന്ന് പറയുമ്പോഴേ എനിക്ക് 55 നോക്കണേ പ്രശ്നമൊന്നുമില്ല. ഈ 55ാമത്തെ രോഗി ക്യാൻസർ രോഗിയാണെങ്കിൽ അയാൾ നിന്ന് നെറുകെട്ട് വേദനിച്ച് വന്നതേ കഷ്ടമായിട്ടാണ് പോണത്. അതാണ് സമയം ചുരുക്കം വരണതിൻ്റെ കാര്യം. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഏത് തരം രോഗികളെ, ഏത് ജില്ലയിലുള്ള ഏത് രോഗികളെയാണ് ഓരോ പ്രാർത്ഥനാ ദിവസം കാണുന്നതെന്ന് ബാക്ക് പേജിലുണ്ട്. ഏത് തരത്തിലുള്ള ഏത് രോഗികളെ ഏത് ജില്ലയിലുള്ളവരെയാണ് കാണുന്നതെന്ന് ബാക്ക് പേജിലുണ്ട്. 12ാം പേജിൽ. എൻ്റെ സഹോദരങ്ങൾ, അത് എപ്പോഴും പത്രം കിട്ടിയാൽ അത് വായിച്ച് നോക്കണം. ഈ നേർച്ച വസ്തുക്കൾ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നേർച്ച വസ്തുക്കൾ, ഒന്നാമത്തെ നേർച്ച വസ്തു പത്രം തന്നെയാണ്. കാര്യം പത്രം വഴിയുള്ള സൗഖ്യം ഇപ്പോഴും പറയുന്നുണ്ട് ആൾക്കാർ. ഞങ്ങളെ പറയാൻ അനുവദിക്കുന്നുണ്ട്. കാര്യം അവിടെ അനുഭവമാണ്. ഞങ്ങൾ ഒഫീഷ്യലായിട്ട് അത് അംഗീകരിക്കത്തില്ല. കാര്യം എന്താ? സഭ അത് വിലക്കിയിരിക്കുന്നതുകൊണ്ടാണ്. പത്രം തിന്നെന്നൊക്കെ പറഞ്ഞാലൊന്നും അപ്പോൾ കൃപാസനം ഒഫീഷ്യലായിട്ട് ആ സംഭവമൊന്നും അംഗീകരിക്കത്തില്ല. പത്രം വഴിയുള്ള സൗഖ്യങ്ങളൊന്നും. ആൾക്കാർക്ക് മാതാവ് കൊടുക്കുന്ന ഓരോ ഇൻസ്പിറേഷനാണ്. അതവിടെ സ്വകാര്യമായ വിഷയമാണ്. അതിനെ പറഞ്ഞിങ്ങനെ പൊതുവാക്കി നിങ്ങൾ പത്രം കരിച്ച് തിന്നാൽ മതി, പത്രത്തിൽ കിടന്നാൽ മതി എന്നൊന്നും കൃപാസനം പറയത്തില്ല. ഇനി ആരെങ്കിലും അബദ്ധവശാൽ പറയണം കൊണ്ട് വല്ല പ്രായം ചെന്ന കൗൺസിലേഴ്സ് വല്ലവരും പറയും, അവരുടെ ശുദ്ധഗതിക്ക് പറയണതാണ്. അതൊന്നും കൃപാസനത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നിലപാടുകളൊന്നുമല്ല. പക്ഷേ ഉടമ്പടി നിങ്ങൾക്ക് തന്നിരിക്കുന്ന തിരി, പച്ചത്തിരി, നീലത്തിരി, ഉടമ്പടി കാശ് രൂപം, അതൊക്കെ ഒഫീഷ്യലാണ്. അത് ബൈബിളിലുള്ളതാണ്. എല്ലാ സംഭവവും അത് കൃത്യമായിട്ട് ഞങ്ങൾ പറയും. മറ്റുള്ളതെല്ലാം നിങ്ങളുടെ സ്വകാര്യമായ ദൈവാനുഭവങ്ങളാണ്. അത് ഞങ്ങൾ മാനിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ അനുവദിക്കുന്നത്. അല്ലാതെ അത് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് അതൊന്നും അംഗീകരിക്കത്തില്ല. പത്രത്തിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. അത് ദൈവം അവർക്ക് മാത്രം കൊടുക്കുന്ന വ്യക്തിപരമായ ചില ഇൻസ്പിറേഷൻസാണ്. അതായിട്ടാണ് ഞങ്ങൾ കരുതണത്. ഈ നേർച്ച വസ്തുക്കൾ, ഉടമ്പടിയുടെ പുറത്തുള്ള നേർച്ച വസ്തുക്കളെന്ന് പറയുന്നത് ഉപ്പ്, തിരി, തേനൊക്കെയാണ്. ഇപ്പം തേൻ 3 തുള്ളിയാണ്, അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 9. കുഞ്ഞുങ്ങളാണെങ്കിൽ 3 തുള്ളിയാണ്. അപ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി 9 കുരിശ് അടയാളമിട്ടാണ് അത് കഴിക്കേണ്ടത്. ഇപ്പം എന്താ സംഭവിച്ചാൽ, നമ്മൾ ഇവിടുന്ന് തരണ തേൻ പാക്ക്ഡ് ആൻഡ് ലോക്ക്ഡാണ്. ആ തേൻ നോക്കിയാൽ മനസ്സിലാവും. അത് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച്, ശുദ്ധമായ തേൻ വാങ്ങിച്ചിട്ട് ആ പെറ്റ് ബോട്ടിലിൽ പാക്ക് ചെയ്ത് തരണം. അതായത് നിങ്ങൾ പൊട്ടിക്കണത് നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കും പൊട്ടിച്ച് പോയാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ആ രീതി അത്രയും കാരണം ഫുഡ് ഐറ്റം ആയത് കാരണം വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങളത് ചെയ്യണത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള നേർച്ച വസ്തുക്കളെല്ലാം, ഇത് ജെറീക്കോ നേർച്ച വസ്തു എന്ന് പറയും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉടമ്പടി ചെയ്യാൻ എല്ലാവർക്കും പറ്റത്തില്ല. പക്ഷേ അവർക്ക്, മറ്റുള്ളവർക്ക് അതിനകത്ത് സങ്കടങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ജെറീക്കോ നേർച്ച വസ്തുക്കൾ. അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യാരാധന 3 മണിക്കൂർ നടത്തും. അതിൻ്റെ കൂടെ ജപമാലയും നടത്തിയിട്ടാണ് ജെറീക്കോ ഈ കെട്ടിടം മുഴുവൻ വെഞ്ചരിച്ചിട്ട് നേർച്ച വസ്തു അവിടെ കൊണ്ടുവന്ന്, ദിവ്യകുർബാന കൊണ്ടുവന്ന് നേർച്ച വസ്തു ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് അത് വെഞ്ചരിക്കും. ആ വസ്തുവാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യാത്തവർക്ക് തരണത്. ഉടമ്പടി ചെയ്തവർക്ക് ദിവ്യകുർബാന ചൊല്ലിയിട്ട് ഉടുപ്പ് അഴിക്കാതെ 12 പ്രാവശ്യം വെഞ്ചരിക്കുന്നതാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ. അത് പറയേണ്ട കാര്യമില്ല. അത് കൗൺസിൽ നിങ്ങളോട് പറഞ്ഞു കാണാം. പിന്നെ അത് മനോധർമ്മം വരും. ഇതിൻ്റെ അകത്ത് ചില ആൾക്കാർക്ക് വ്യക്തിപരമായ ഇൻസ്പിറേഷൻ വരും. ഉടമ്പടി തൈലം, ഉപ്പൊക്കെ ഉപയോഗിക്കേണ്ട രീതികൾ. അപ്പോൾ അത് അവരുടെ രീതിയിൽ മാതാവ് പറയണ പോലെ അവർ ചെയ്യും. അവർക്ക് അതിൻ്റെ സൗഖ്യം കിട്ടും. ഞങ്ങൾ ഇവിടെ നിന്ന് ഒഫീഷ്യലായിട്ട് ഒരു രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കണം. ഈ നേർച്ച വസ്തുക്കളെല്ലാം കൃപാസനത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് കൃപാസനത്തിൻ്റെതാണ്. നാട്ടുകാർ വിൽക്കണ വിൽപ്പന ചരക്കൊന്നും മേടിച്ച് വന്നാൽ ശരിയാകത്തില്ല. കാര്യം അത് കൃപാസനത്തിൻ്റെ ആകത്തില്ലല്ലോ, അത് വെഞ്ചരിപ്പില്ലാത്തതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം വാങ്ങിക്കാൻ. അല്ലാതെ അത് പ്രാർത്ഥിച്ചിട്ട് അനുഭവം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൃപാസനം എന്ന് പറഞ്ഞിട്ട് കൃപാസനത്തിനെ പറയരുത്. കാര്യം നമ്മളിവിടെ എത്രയോ കാലങ്ങളായിട്ട്
അയാളുടെ 30 കൊല്ലത്തെ ഉപവാസമുണ്ട് കൃപാസനത്തിന്, ആയിരങ്ങളുടെ 30 കൊല്ലത്തെ ആരാധനയും 30 കൊല്ലത്തെ അനേകായിരം പ്രേക്ഷിതരുടെ അഖണ്ഡ ജപമാലയാണ് ഇതിൻ്റെ ആസ്തി. ഇതിൻ്റെ ആസ്തിയുടെ കൂടെയാണ് അമ്മമാതാവിൻ്റെ 2 പ്രാവശ്യത്തെ പ്രത്യക്ഷപ്പെടൽ. ആ നേർച്ച വസ്തുവാണ്. ലോകത്ത് നേർച്ച വസ്തുക്കൾ കൊടുക്കണ ഒരേ ഒരു ധ്യാനബന്ധ കേന്ദ്രമേ ഉള്ളൂ. അതാണ് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പവർ നിലനിന്ന് പോകാൻ വേണ്ടിയാണ് നേർച്ച വസ്തുക്കൾ. അതാണ് ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പകുതി മുക്കാലും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നാണ്. പക്ഷേ എപ്പോഴും ചെയ്യണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചോന്ന് ഏൽപ്പിച്ച രക്ഷ പ്രാപിക്കുന്ന ആ ഫോർമുല ആക്ടിവേറ്റ് ചെയ്യണത് നമ്മൾ വിശ്വാസ പ്രമാണം ചെയ്യുക. അപ്പം ഞങ്ങൾ അതിൽ വ്യഞ്ചരിച്ച് വെച്ചിരിക്കുന്ന ശക്തിയിലാണല്ലോ വെഞ്ചരിക്കുന്നത്. പൗരോഹിത്യ പരമാധികാരത്തിൽ പരമോഹിത്യ യോഗ്യതയിലാണ് വെഞ്ചരിക്കുന്നത്. ആ യോഗ്യത, ആ പവർ റിലീസ് ചെയ്യണത് എങ്ങനെയാണ്? നമ്മൾ വിശ്വാസം പ്രഖ്യാപിച്ചാണ്. അതുകൊണ്ട് എന്ത് ജാതി ആണ് പറഞ്ഞിട്ടും കാര്യമില്ല. ആ പവർ റിലീസ് ചെയ്യണമെങ്കിൽ വിശ്വാസ പ്രമാണം പഠിച്ചിരിക്കണം നമ്മൾ. അതിനാണ് എഴുതി തന്നിരിക്കുന്നതിൻ്റെ കാരണം. ഉടമ്പടി ചെയ്യാൻ ആർക്കും നിർബന്ധമില്ല. ഉടമ്പടി ആരോടും ചെയ്യാൻ പറയത്തില്ല. ഉടമ്പടി ചെയ്യുന്നവരാരായാലും എന്ത് ജാതി ആയാലും അവർ ആ വിശ്വാസ പ്രമാണം കൃത്യമായിട്ട് പഠിക്കണം. അത് പഠിക്കാതെ ചെയ്യുകയും ചെയ്യാൻ പാടില്ല. പ്രധാന കാര്യം. അതുപോലെ തന്നെ അതിൻ്റെ പ്രാർത്ഥനകൾ അത് വളരെ ശ്രദ്ധിക്കാം. പിന്നെ കത്തോലിക്കരല്ലാത്തവരോട് കൂദാശ നിർബന്ധിക്കത്തില്ല. കത്തോലിക്ക കൃത്യമായി കൂദാശ ജീവിതം നയിച്ചിരിക്കണം. അതിൻ്റെ കാര്യം നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് കൂദാശയിലുള്ളത്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധയോടെ പത്രം, തമിഴ്, ഇംഗ്ലീഷ് തന്നെ, ഇംഗ്ലീഷ് മാഗസിനുണ്ട്, ഇംഗ്ലീഷ് പത്രമുണ്ട്, കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇത്രയും മലയാളം, ഇത്രയും പത്രങ്ങളുണ്ട്. അതാത് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവർ, പുറത്തുള്ള ഇതര സംസ്ഥാനങ്ങളുള്ളവർ അവരുടെ സംസ്ഥാനത്തിൻ്റെ പത്രമാണ് വാങ്ങിക്കുന്നത്. മലയാളികളാണെങ്കിലും ആ മേഖല വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ മേഖല കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടത് ആ ഭാഷയിലായിരിക്കണം. ഇപ്പോൾ ബോംബെ പോകുന്നവർ ഹിന്ദി പത്രം മേടിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രം മേടിക്കണം. ബാംഗ്ലൂർ പോകുന്നവർ കന്നഡയോ ഹിന്ദിയോ ഇംഗ്ലീഷോ വാങ്ങിക്കണം. കാര്യം ആ മേഖലയിൽ പോകുന്നവർ ആ പത്രമാണ് മേടിക്കേണ്ടത്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ധ്യാനമില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ ഉടമ്പടി പ്രാർത്ഥന ഉണ്ടാകും. അത് ഉടമ്പടി ഫ്രഷായിട്ട് ചെയ്യണ ദിവസമാണ് ഉടമ്പടി പ്രാർത്ഥന. ഇപ്പം നാളെയുണ്ട്, പക്ഷേ മറ്റന്നാൾ ഇനി ഇവിടെ ഉടമ്പടി ധ്യാനം ഉള്ളത് അടുത്ത ചൊവ്വാഴ്ചയും അടുത്ത വ്യാഴാഴ്ചയുമാണ് ഉടമ്പടി ധ്യാനമുള്ളത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉടമ്പടി ചെയ്യാത്തവർക്ക് വേണ്ടിയുള്ള ഉടമ്പടി ചെയ്യണ ദിവസങ്ങളാണ്. അപ്പോൾ ഇനി 2 ഉടമ്പടി ധ്യാനമേ ഉള്ളൂ, അടുത്ത ചൊവ്വാഴ്ചയും പിന്നെ വരുന്ന വ്യാഴാഴ്ചയും. അപ്പോൾ എല്ലാം നോക്കി കറക്റ്റ് ചെയ്ത് വേണം. മിക്കവാറും ഉടമ്പടി ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു ധ്യാനമാണ് ഇവിടെ വന്ന് കൂടാതെ നിങ്ങൾക്ക് അനുവാദം. ബാക്കി 6 കാര്യങ്ങൾ ഇട്ടിരിക്കുന്നതിൽ 6 ധ്യാനം ഉള്ളതാണ്. 6 ധ്യാനത്തിൽ 5 ധ്യാനവും യൂട്യൂബിലാണ് കൂടേണ്ടത്. അപ്പോൾ യൂട്യൂബിൽ കൂടുമ്പോൾ ഇന്ന് തന്നെ പോയി യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട രീതികളെല്ലാം പത്രത്തിലുണ്ട്, എങ്ങനെയാണ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന്. കാര്യം അത് യൂട്യൂബിൽ ധ്യാനം കൂടി എത്രയോ പേരാണ് സൗഖ്യം പ്രാപിക്കുന്നത്. കാര്യം അത് ഓൺലൈനിൽ കൂടാൻ വേണ്ടിയാണ്. എല്ലാ ദിവസവും നിങ്ങൾ ഇവിടെ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാര്യം എല്ലാപ്പോഴും നമുക്കിവിടെ വരാൻ ഒന്നാമതിൽ പണച്ചെലവ്, ഞങ്ങൾക്കാണെങ്കിൽ സ്ഥലമില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞായറാഴ്ച 3 പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വന്നാണ് ഇവിടെ നിയന്ത്രിച്ചത്. അതുകൊണ്ടാണ് ഞായറാഴ്ച പ്രാർത്ഥന മാറ്റിക്കളഞ്ഞത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അപകടം വരുമോ അങ്ങനെ ഒരു ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം വരാവൂ ഇവിടെ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. കാര്യം ബാക്കിയെല്ലാം നിങ്ങൾ ഷാലോൺ TV ഉണ്ട്, ഉടമ്പടി ധ്യാനം ഷാലോൺ TVയിലുണ്ട്. അതെല്ലാ തിങ്കളാഴ്ചയും ഉച്ചക്ക് 1 മണിക്ക് 1:30 മണിക്ക്, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്കും ഷാലോൺ TVയിൽ ഉടമ്പടി ധ്യാനമുണ്ട്. അപ്പോൾ അതും കൂടണം. പിന്നെ മൊബൈലില്ലാത്തവർ, ചെറിയ മൊബൈൽ ആപ്പ് ഉള്ളവരും TV ആണ് അവർക്ക് കൂടാൻ എളുപ്പം നല്ലത്. ഇപ്പോൾ നേർച്ച വസ്തു വെഞ്ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേ പോകണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി പുതുക്കുന്നവർ എപ്പോഴും ആ പത്രം അപ്ഡേറ്റ് ആകാൻ നോക്കണം.
എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി ഒരു മെസ്സേജ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉടനെ ഉടമ്പടിയോട് വിശ്വസത ഉണ്ടാകുന്ന നോക്കത്തുള്ളൂ. അല്ലാതെ വിഷയം ഉണ്ടാകുമ്പോൾ എരി വലിച്ചുകൊണ്ട് വന്ന പോലെ പേപ്പർ വലിച്ചുകൊണ്ട് വന്നാൽ ഒന്നും നോക്കി. ഇവിടെ ആണെങ്കിൽ എല്ലാം ഇൻസ്പെക്ഷനാണ്. എല്ലാം നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നുന്ന ആളെന്തുമാത്രം ഉണ്ടെന്ന് പറഞ്ഞാലും കൗൺസിലിങ്ങിന് എല്ലാം നോക്കും. എന്നാണ് അവസാനം വന്നത്, ഏത് പ്രാർത്ഥന മുടങ്ങിയത്, ഏത് പ്രാർത്ഥന പത്രമായി എടുക്കാത്തതെന്ന് എല്ലാം നോക്കും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് നാത്തിനെ കൊണ്ട് പത്രം മേടിപ്പിക്കരുത്. അതുപോലെ ചില ആൾക്കാർ ഇപ്പോൾ NRIക്കാരുടെ പത്രമുണ്ട്, അവർക്ക് അച്ഛനെ കാണുന്ന അതിൻ്റെ അകത്ത് പാക്കേജിലുള്ളതല്ല. കാര്യം അവർക്ക് പ്രാർത്ഥന നിവൃത്തിയില്ല, അവർ നാട്ടിൽ വന്ന് പ്രാർത്ഥന കൂടാൻ പറ്റണില്ല. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് അച്ഛനെ കാണാൻ വരരുത് അവരാരും. കാര്യം അതൊന്നും അതിൻ്റെ അകത്ത് ഉള്ളതല്ല. പിന്നെ വിദേശ രാജ്യം 5 ദിവസത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് വിഷമം ഉള്ളത് കൊണ്ടാണ് ഉടമ്പടി ചെയ്യാൻ വേണ്ടി റോസ് കളർ, മഞ്ഞ കളർ തന്നിരിക്കുന്നത്. ആ മഞ്ഞ കളർ എന്ന് പറയണത് പിന്നെ 1 കൊല്ലം കഴിഞ്ഞ് നേർച്ച വസ്തു കിട്ടത്തുള്ളൂ, അടുത്ത കൊല്ലം വരുമ്പോഴേ ഉള്ളൂ. ഇതര സംസ്ഥാനങ്ങളവർക്ക് റോസ് കളറാണ്. അവർക്ക് പ്രാർത്ഥനയെന്ന് ഒരു പ്രാർത്ഥനയിൽ നിന്ന് അവർ റിലീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും പറഞ്ഞുകൊണ്ട് അതും വെച്ചുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റത്തില്ല ആ പേപ്പർ. അതെപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം ഞാനെപ്പോഴും നോക്കേണ്ടത് പ്രാർത്ഥനയുടെ ബേസിനെ ഞാൻ നോക്കത്തുള്ള ആൾക്കാർ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർ ചില ആൾക്കാർ ചില തരികിട കാണിക്കുന്നുണ്ട്. ഇതര സംസ്ഥാനമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പത്രം മേടിച്ചിട്ട് പിന്നീട് 1 ആഴ്ച 2 ആഴ്ച പിന്നെ ഇവിടെയൊക്കെ കറങ്ങിടങ്ങണ കാണാം. അത് കൊണ്ടുവന്ന കളർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കളർ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നേർച്ച വസ്തു കിട്ടത്തില്ല, 1 കൊല്ലം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. കാര്യം അവർക്ക് ആവശ്യമായ നേർച്ച വസ്തു നമുക്ക് മിനിമം തന്നാൽ വിടണത്. അപ്പം അത് കൃത്യമായിട്ട് ഈ ഉടമ്പടി തൈലമൊക്കെ ഒരു തുള്ളി ഉപയോഗിച്ചാൽ മതി, അല്ലാതെ ഒത്തിരി ഉപയോഗിക്കേണ്ട കാര്യമില്ല. അങ്ങനെ തീർന്നാൽ ഇവിടെ തരാനില്ല. കാര്യം അങ്ങനെ ഇവിടെ കൊടുക്കണ ഒരു വിൽപ്പന കേന്ദ്രമല്ല ഇത്. ഒരു ഉടമ്പടി തൈലം സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ 1 അരത്തുള്ളിയൊക്കെ ഉപയോഗിച്ചാൽ മതി, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട്. നേർച്ച വസ്തുക്കൾ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. വളരെ പിശുക്കിയാണ് ഈ സംഭവം. കാര്യം തീർന്നു പോയാൽ നിങ്ങൾ പിന്നെ ഇവിടെ വരണ്ടേ. അങ്ങനെ തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾക്കിതൊന്നും വെച്ച് കച്ചവടം ചെയ്യാനുള്ള ഒരു ഉദ്ദേശമില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. മിനിമമേ തരത്തുള്ളൂ. ഒരു 6 മാസമൊക്കെ ആ നേർച്ച വസ്തു ഉപയോഗിക്കണം. ഇപ്പോൾ ഇത്രയും നേർച്ച അടയാളം നടക്കണ കാരണം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭവമൊക്കെ വിറ്റ് കാശ് മേടിക്കാം. പക്ഷെ തമ്പുരാൻ ഇറങ്ങിപ്പോയാൽ പിന്നെ ഒരിക്കലും കയറി വരത്തില്ല. അപ്പോൾ കർത്താവിനെ വെച്ച് കാശുണ്ടാക്കണമെന്ന് തോന്നിയാൽ വിഷയം മാറും. നമ്മൾ പറയുന്ന പാട്ടിൽ നടക്കത്തില്ല. ധ്യാനകേന്ദ്രം തമ്പുരാൻ പൂട്ടും. ഒക്കെ ഞങ്ങൾക്കറിയാം. കാര്യം എത്രയോ പേര് എത്രയോ കാലം ഉപവസിച്ച്, ഞാനാണെങ്കിൽ ശുശ്രൂഷയ്ക്ക് പോലും ഒരു പൈസ ഇവിടെ നിന്ന് എടുക്കത്തില്ല. ഇപ്പം നമുക്ക് സ്ഥലമില്ലാത്തൊരു വിഷയമാണ് ഉള്ളത്. അതുകൊണ്ട് പുറത്ത് ഞങ്ങൾ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിട്ടിയാൽ ധ്യാനങ്ങളെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റും. ഉടമ്പടി അമ്മ പ്രത്യക്ഷപ്പെട്ട് നടക്കത്തുള്ളൂ. പക്ഷേ ആൾക്കാർക്ക് തന്നെ ധ്യാനം ഇനിയും കൂടുകയല്ലേ ആൾക്കാരെ. അതുകൊണ്ട് സ്ഥലം പുറത്ത് അന്വേഷിക്കുന്നുണ്ട്, അടുത്ത് തന്നെ. അപ്പം അങ്ങനെ അന്വേഷിച്ച് കിട്ടിയാൽ നിങ്ങൾ 2 സ്ഥലം, പൈസ ഉള്ളവർ 1 സെൻറ്റ് സ്ഥലം 2 സെൻറ്റ് സ്ഥലമൊക്കെ അമ്മയുടെ പേരിൽ വാങ്ങിച്ച് തരേണ്ടി വരും. പൈസ ഉള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. പല ആൾക്കാരും ഓഫർ ചെയ്തിട്ടുണ്ട്. പല കാനഡയിലുള്ളവർ അവിടെ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വാങ്ങിച്ച് തരാച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ 1 സെൻറ്റ് സ്ഥലം തൊട്ട് 5 സെൻറ്റ് സ്ഥലം വരെ ഞങ്ങൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അഡ്വാൻസ് കൊടുത്തിടും. എന്നിട്ട് നിങ്ങൾ 2 സെൻറ്റ് 3 സെൻറ്റൊക്കെ നിങ്ങൾ മേടിച്ചിട്ട് അമ്മയ്ക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം പോലെ കൊടുക്കും. അങ്ങനെ ഒരു പദ്ധതിയാണ് ഇപ്പം നടക്കുന്നത്. കാര്യം നമുക്ക് സ്ഥലമില്ലാത്ത കാരണം നാട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി ആൾക്കാർ നിൽക്കുകയാണ്, ഒരു ബന്ധുവില്ലാതൊക്കെ പോയി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ കുറച്ച് സാമൂഹ്യ പ്രശ്നം ഉണ്ടാകുന്നതാണ്. അത് പരിഹരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സ്ഥലം പുറത്ത് അന്വേഷിക്കുന്നത്. അപ്പം നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും സ്ഥലം മേടിച്ച് തരാമെന്നല്ലേ പറയണത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അമ്മ തീർച്ചയായിട്ടും നമുക്കത് ചെയ്തു തരും. പ്രാർത്ഥന കൊണ്ട് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം കൈ നേർച്ച വസ്തു ഉയർത്തിപ്പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. Lord Jesus Christ, pour out His Spirit. The fire finger, soaked with the precious blood. And the Catholic Church, the power of Jesus Christ, with the merit from a holy priesthood, I bless the Holy Spirit, the grace and peace and power. ക്രൂശിതനായി മരിച്ച അടക്കപ്പെട്ട് വിശദീകരണങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്ത സ്വർഗ്ഗാരോഹണം ചെയ്ത പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമദിവ്യേ, കരുണാമയനായ യേശുവേ, യേശുവേ, യേശുവേ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവരുടെ ഹൃദയ നൊമ്പരങ്ങളിൽ യേശുവേ യേശുവേ സൗഖ്യമായി സമാധാനമായി പരമകാരുണ്യവാനായ തമ്പുരാൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 പരിശുദ്ധ യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കടന്നു വരണമേ യേശുവേ യേശുവേ. അങ്ങയുടെ സൗഖ്യത്തിന്റെ ചിറകുകളില് ഈ മക്കളിലേക്ക് പറന്നിറങ്ങണമേ. നാഥനെ സൗഖ്യമായി സ്നേഹമായി സമാധാനമായി ഈ മക്കളിൽ വന്ന് വസിക്കുവാൻ കൂടെ ഉണ്ടാകണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും